അലിയാര് തങ്ങളുടെ വിവാഹത്തിന് വേണ്ടി ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ പുതിയ വസ്ത്രം വിട്ട് വെളിയിലിറങ്ങിയപ്പോ അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ കരഞ്ഞതെന്തിനെന്നറിയോ? ചോദിച്ച സഹാബത്തിനോട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലിന്റെ മോളുടെ വസ്ത്രം കണ്ടോ? ഫാത്തിമ ധരിച്ചിരിക്കുന്ന വസ്ത്രം കണ്ടോ? പാവപ്പെട്ടവര് ധരിക്കുന്ന വസ്ത്രമാണ് ഫാത്തിമ ധരിച്ചിരിക്കുന്നത്. മുത്തുനബിയുടെ പൊന്നുമോളുടെ അവസ്ഥ കണ്ടിട്ടാ സഹാബ ഞാൻ കരയുന്നത്. അവിടുന്ന് പടച്ചവനെ അബൂബക്കർ തങ്ങൾ പറയുമ്പോ, എന്റെ പ്രിയമുള്ള സഹോദരാ, തന്റെ പൊന്നാര മക്കളുടെ കല്യാണം നടത്തുമ്പോ ഗാനമേള നടത്തുന്നവരും ലക്ഷങ്ങൾ ചിലവഴിക്കുന്നവർ സ്വർണത്തിന്റെ ചെരുപ്പ് വരെ ഇട്ടുകൊടുക്കുന്ന മുസ്ലിമേ, എന്റെ പ്രിയപ്പെട്ട പൂച്ചക്കാടിന്റെ പരിസരത്തുള്ള ചെറുപ്പക്കാരോട്, എടാ പൊന്നുമോനെ, അലിയാര് തങ്ങളുടെ കല്യാണത്തിന് വേണ്ടി ഒരുങ്ങുമ്പോ ഫാത്തിമായിക്ക് വാങ്ങിക്കൊടുത്ത വസ്ത്രം കണ്ടിട്ട് അവിടത്തെ സഹാബത്ത് പോലെ കരഞ്ഞു പോവുകയാണ്. കാരണം കൊടുക്കാനൊന്നുമില്ലല്ലോ. നിക്കാഹിന് വേണ്ടി തയ്യാറെടുത്തപ്പോ അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുന്നു, അലിയേ, നിക്കാഹ് കഴിഞ്ഞാൽ വലീമ കൊടുക്കണമല്ലോ, ഭക്ഷണം കൊടുക്കണമല്ലോ. അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചു, നിന്റെ കയ്യിൽ എന്തെങ്കിലുമുണ്ടോ? അലിയാര് തങ്ങളുടെ കണ്ണ് നിറയുകയാണ്. ആകെയുണ്ടായിരുന്നത് 80 രൂപയാണ്, 80 ദിർഹമാണ്. അതുകൊണ്ട് ഫാത്തിമ ബീവിക്ക് വസ്ത്രം വാങ്ങി, അലിയാര് തങ്ങൾ ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങി. ഇനി എങ്ങനാ പടച്ചവനെ കല്യാണത്തിന് വന്നവർക്ക് ഭക്ഷണം കൊടുക്കുന്നത്? അലിയാര് തങ്ങളുടെ കണ്ണ് നിറയുമ്പോ സഅദ് റളിയല്ലാഹു തആല ഓടി വന്നിട്ട് പറയുന്നു, അലിയേ, എന്റെ വീട്ടിലൊരാട് നിൽക്കുന്നുണ്ട് അലിയേ, എന്റെ വീട്ടിലൊരാട് നിൽക്കുന്നുണ്ട്. ഞാൻ നിനക്ക് വെറുതെ തരാ, ഞാൻ നിനക്ക് സദഖ തരാ. സഅദ് റളിയല്ലാഹു തആല തന്റെ വീട്ടിലേക്ക് ഓടുകയാണ്. ഓടിച്ചെന്നൊരാടിനെ കയ്യിൽ പിടിച്ചു കൊണ്ടുവന്ന് അതാ അലിയാര് തങ്ങളുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, അലിയേ, ഇതിനെ അറുത്തിട്ട് കൊടുക്കലിയേ. അതാ 3 സ്വഹാബികളുണ്ടല്ലോ, അവര് പറഞ്ഞു, ഗോതമ്പ് മാവ് ഞങ്ങൾ തരാം, ഗോതമ്പ് മാവ് ഞങ്ങൾ തരാ. അലിയാര് തങ്ങളുടെ കയ്യിലേക്ക് വെച്ചു കൊടുക്കുമ്പോ അലിയാര് തങ്ങൾ കരയുകയോ. ഇതാരുടെ വിവാഹമാവാപ്പാ? ഈ ലോകം തന്നെ സൃഷ്ടിക്കാൻ കാരണക്കാരനായ മുത്തുനബിയുടെ പൊന്നുമോളുടെ വിവാഹമാണ് ഈ നടക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, നിനക്ക് പണമുള്ളവനെ മതി, സൗന്ദര്യമുള്ളവനെ മതി. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, വിവാഹത്തിന്റെ അന്ന് പടച്ചവനെ എന്തൊക്കെ കോമാളിത്തരങ്ങളാടാ കാണിക്കുന്നത്. പടച്ചവനെ, അതാ ഇന്ന് പല കല്യാണങ്ങളിലും നടക്കുന്ന രംഗമെന്തെന്നറിയോ? അതാ പടച്ചവനെ, ഒരേ കളറുള്ള ഉടുപ്പ്, ഒരേ കളറുള്ള ഉടുപ്പ് എല്ലാവർക്കും പടച്ചവനെ കൂട്ടുകാർക്ക് വരെ വാങ്ങിക്കൊടുക്കുകയാണ്. ഒരു പുതിയ ട്രെൻഡാണല്ലോ. അതാ കുടുംബത്തിലെ പെണ്ണുങ്ങൾക്ക് മുഴുവനും ഒരേ നിറമുള്ള അതാ സാരി. എന്റെ പെങ്ങള്, അല്ലാഹുവിന്റെ പ്രവാചകന്റെ പൊന്നുമോള് ധരിച്ചിരുന്ന വസ്ത്രമുണ്ടല്ലോ, അല്ലാഹുവേ, അത് കണ്ടിട്ട് സ്വഹാബത്ത് കരഞ്ഞു പോവുകയാണ്. വേടിച്ചു കൊടുക്കാനില്ലാത്തത് കൊണ്ട് എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, അല്ലാഹുവിന്റെ പ്രവാചകന്റെ പൊന്നാര മകളായ ഫാത്തിമ ബീവിയുടെ കല്യാണം കഴിഞ്ഞു. അലിയാര് തങ്ങളുടെ വീട് എവിടെയെന്നറിയോ? അലിയാര് തങ്ങളുടെ കുടുംബ വീട്ടിലാണ്. പടച്ചവനെ, എല്ലാവരും കിടക്കുന്നത് അലിയാര് തങ്ങളും തന്റെ പ്രിയപ്പെട്ട ഉമ്മയും തന്റെ സഹോദരിമാരും എല്ലാവരും കിടക്കുന്നത് ഒരു കൂരയ്ക്കകത്താ. ഒരു സൗകര്യമില്ലാത്ത വീടാ. ആ വീടിന്റെ സൈഡില് ഈന്തപ്പന ഓലകൾ കൊണ്ട് ഇങ്ങനെ ഒരു ചെറിയ ഒരു റൂം ഉണ്ടാക്കുകയാണ്. ഈന്തപ്പന ഓലകൾ കൊണ്ട് പടച്ചവനെ ആ ചെറിയ വീടിന്റെ സൈഡിൽ ഒരു സൗകര്യമുണ്ടാക്കി. ആ വീടിന്റെ അകത്തേക്കാണ് അല്ലാഹുവിന്റെ പ്രവാചകന്റെ കരളിന്റെ കച്ചമായ സ്വർഗത്തിന്റെ റാണിയായ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയെ അലിയാര് തങ്ങളെ കയ്യിൽ പിടിച്ചുകൊണ്ട് കടന്നു പോയത്. അല്ലാഹ്, രണ്ടുപേരും കൂടെ മണിയറ
മണിയറയ്ക്കകത്തേക്ക് കടന്നു ചെന്നു. അല്ലാഹുവിന്റെ പ്രവാചകന്റെ പൊന്നുമകളായ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ കൊട്ടാരമില്ലായിരുന്നു വാപ്പാ, 2 നിലയുള്ള വലിയ മണിയറില്ലായിരുന്നു. പടച്ചവനെ ഏറ്റവും കൂടുതൽ അതാ കല്യാണത്തിന് പൈസ ചെലവാക്കുന്നത് എന്തിനാണ്? ഏറ്റവും കൂടുതൽ പൈസ ചെലവാക്കുന്നത് അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊന്നുമോക്ക് സ്വന്തമായിട്ടൊരു വീട്, അലിയാർ തങ്ങൾക്ക് വീടില്ല, ഉണ്ടായിരുന്ന കുടുംബ വീടിന്റെ സൈഡിൽ ഈന്തപ്പന ഓലകൾ കൊണ്ട് മറച്ചു ഒരു ചെറിയൊരു കൂരയാക്കി. അലിയാർ തങ്ങളും ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയും കൂടെ ആ വീടിന്റെ അകത്ത് പോയപ്പോ തറയിൽ എന്താണെന്നറിയാവോ? കല്ല്, ചരൽ കല്ലുകളാ തറയില്. ഇന്ന് കല്യാണ വീട്ടിൽ പോയ ആണുങ്ങളും പെണ്ണുങ്ങളും ആദ്യം പോയി നോക്കുന്നത് അറയ, കല്യാണത്തിന്റെ പുതിയ പയ്യനും കിടക്കാനുള്ള മണിയറ ലക്ഷങ്ങൾ ചെലവാക്കി ഉണ്ടാക്കി വെച്ചിരിക്കുക. എന്നാ നീയൊക്കെ കേട്ടോ, നിങ്ങളൊക്കെ വിചാരിച്ചു അവിടെയാ സന്തോഷം ഇരിക്കുന്നേ, അവിടെയാ സമാധാനം ഇരിക്കുന്നേ. ഇല്ല പെങ്ങളെ, അവിടെയല്ല സന്തോഷം, അവിടെയല്ല സമാധാനം. അള്ളാഹുവിന്റെ പ്രവാചകന്റെ പൊന്നുമോള് അലിയാർ തങ്ങളുടെ കയ്യിൽ പിടിച്ചു മണിയറയ്ക്കകത്ത് കയറി ചെന്നു. നീ മണിയറയിൽ പോയാ എന്നാലേക്ക് ഇരിക്കണ ആണുങ്ങളൊക്കെ മണിയറയിൽ കയറിയവരാ, ഇരിക്കണ പെണ്ണുങ്ങൾ മണിയറയിൽ കയറിയതാ. അള്ളാഹുവിന്റെ പ്രവാചകന്റെ പൊന്നുമോളും അലിയാർ തങ്ങളും കൂടെ മണിയറയ്ക്കകത്ത് കയറി. അലിയാർ തങ്ങൾ വീടിന്റെ വാതിലടച്ചു. ഫാത്തിമയോട് ചോദിച്ചു, ഫാത്തിമ വിളക്കണക്കട്ടെ, വിളക്കണക്കട്ടെ. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ മണിയറയ്ക്കകത്ത് കയറിയപ്പോ അലിയാർ തങ്ങൾ വിളക്കണച്ചു. വിളക്കങ്ങോട്ട് അണച്ചതും മണിയറയ്ക്കകത്ത് ഒരൊറ്റ കരച്ചല. അലിയാർ തങ്ങളുടെ മണിയറയ്ക്കകത്ത് വല്ലാത്ത കരച്ചില്, വല്ലാത്ത ഒരു തേങ്ങല്. അലിയാർ തങ്ങൾ ഓടിച്ചെന്ന് നോക്കുമ്പോ അള്ളാന്റെ റസൂലിന്റെ പൊന്നുമോളിരുന്ന് കരയുകയാ. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയോട് ചോദിച്ചു, എന്തിനാ ഫാത്തിമ കരയണേ? പാപ്പാനെ പിരിഞ്ഞതിന്റെ വേദനയാണോ? അതോ എന്നെ ഇഷ്ടമായില്ലേ, ഞാൻ പാവപ്പെട്ടവനായതുകൊണ്ടാണോ ഫാത്തിമ കരയുന്നത്? ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, അല്ല അലിയെ, എന്റെ ഉപ്പ എന്നെ ഒഴിഞ്ഞു. ഇന്ന് മുതൽ നിങ്ങൾ എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. ഇന്ന് ഈ മണിയറയ്ക്കകത്ത് കയറിയപ്പോ നിങ്ങൾ പെട്ടെന്ന് വിളക്കണച്ചപ്പോ ഈ മണിയറയ്ക്കകത്ത് വല്ലാത്ത ഇരുട്ട് വന്നു. നിങ്ങൾ ആ മണിയറയ്ക്കകത്ത് കത്തിച്ചു വെച്ചിരുന്ന വിളക്കു പെട്ടെന്ന് അണച്ചപ്പോ ഈ മണിയറയ്ക്കകത്ത് വല്ലാത്ത ഇരുട്ട് വന്നു. ഈ ഇരുട്ട് കണ്ടപ്പോ എനിക്ക് ഖബർ ഓർമ്മ വന്നു. സുബ്ഹാനല്ലാഹ്. നമ്മളോ കല്യാണം കഴിഞ്ഞ് പുതിയാപ്പളയും പുതിയ പെണ്ണും മണിയറയ്ക്കകത്ത് പോയി ഇരുന്നിട്ട് ആദ്യം ചോദിക്കുന്നത്, പുതിയ പെണ്ണ് ചോദിക്കുക, നിങ്ങൾക്ക് മുമ്പ് വല്ല പ്രണയം ഉണ്ടായിരുന്നോ? കല്യാണം കഴിഞ്ഞ ആദ്യ രാത്രി നീ എന്താ ചോദിച്ചേ? മണിയറയ്ക്കകത്ത് വന്ന അത് പണ്ട് കേട്ടാ, ഇപ്പൊ എല്ലാം നേരത്തെ ഫോണിൽ കൂടെ ചോദിക്കാം അല്ലേ? ഇപ്പൊ പെണ്ണ് കല്യാണം കഴിക്കുന്നതിന് മുമ്പേ ഭർത്താവിന്റെ രഹസ്യം മൊത്തം കാമുകിയായിട്ടുള്ളത്. എന്നാ മണിയറയ്ക്കകത്ത് കയറി ചെല്ലുമ്പോ പെണ്ണ് ചോദിക്കുക, ഇക്ക നിനക്ക് വേറെ കാമുകി വല്ലതും ഉണ്ടാ? എനിക്ക് 3 എണ്ണം ഉണ്ടായിരുന്നു. ഒന്നിനെ കൊണ്ട് ബേക്കൽ ഫോർട്ടിൽ പോയി, ഒന്നിനെ കൊണ്ട് ഞാൻ അവിടെ പോയി, ഇവിടെ പോയി. എന്നിട്ട് ചോദിക്കും, നിനക്ക് വല്ലതും ഉണ്ടായിരുന്നു ആമീന? അതൊന്നും ഇല്ലക്ക, അങ്ങോട്ടും ഇങ്ങോട്ടും. എന്ന ഫാത്തിമ, അള്ളാഹുവിന്റെ പ്രവാചകൻ ഉമ്മ മരിച്ചു പോയതിനു ശേഷം, ഉമ്മ മരിച്ചതിന് ശേഷം റസൂലുള്ള വളർത്തിയ ഫാത്തിമ എന്ന് പറയുന്ന പൊന്നുമോള് കരഞ്ഞെന്തിനാ? വീടിന്റെ അകത്ത് മണിയറയ്ക്കകത്ത് കത്തിച്ചു വെച്ചിരുന്ന വിളക്കണച്ചപ്പോ ഒറ്റ കരച്ചല്. എന്തേ ഫാത്തിമ കരയണേ? ഇരുട്ട് കണ്ടപ്പോ എനിക്ക് ഖബർ ഓർമ്മ വന്നു അലിയെ. സുബ്ഹാനല്ലാഹ്, എനിക്ക് ഖബർ ഓർമ്മ വന്നു. അലിയാർ തങ്ങൾ പറയാ, ഫാത്തിമ നമ്മുടെ ആദ്യ രാത്രിയാ ഫാത്തിമ എന്ന്. നീ ഇവിടെ ഇരുന്നിട്ട് കരയുന്ന മണിയറയാ ഫാത്തിമ. മണിയറയ്ക്കകത്തിരുന്നിട്ട് നീ കരയാണോ? നമ്മുടെ സ്വപ്നങ്ങൾ പൂവണിയേണ്ട രാത്രിയാ ഫാത്തിമ. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ അലിയാർ തങ്ങൾക്ക് പറഞ്ഞു കൊടുത്തു, ഇതല്ല അലിയ മണിയറ, ഇതല്ല മണിയറ. കല്യാണത്തിന്റെ 1ാമത്തെ രാത്രിയല്ല മണിയറ, ഇവിടെയല്ല മണിയറ ഒരുക്കേണ്ടത്. മണിയറ ഒരുക്കേണ്ടത് എവിടെയെന്നറിയുമോ? അൽ ഖബറു അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ. ഈ പള്ളിയുടെ മുന്നിൽ നിരന്നിരിക്കുന്ന ചെറുപ്പക്കാരികളോട്, എടീ മണിയറ ഒരുക്കേണ്ടത്, എടാ ചെറുപ്പക്കാരാ, ലക്ഷങ്ങൾ കടം പേടിച്ചിട്ട് പലിശക്കെടുത്തിട്ട്, എടാ വല്ല പെണ്ണിന്റെയും വാപ്പ ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെട്ട് രക്തം വിയർപ്പാക്കി അധ്വാനിച്ച പൈസ വാങ്ങിയിട്ടും നാണമില്ലാതെ കൊണ്ടുവന്ന് കല്യാണത്തിന് പങ്കെടുക്കുന്ന കൂട്ടുകാർക്ക് മുഴുവനും തുണിയെടുത്തു കൊടുക്കുന്ന ചെറുപ്പക്കാരാ, എടാ പൈസ കൊണ്ടുവന്ന് വീട് പെയിന്റ് അടിക്കുന്നവന്, ലക്ഷങ്ങൾ ചെലവഴിച്ചിട്ട്
മണിയറ ഒരുക്കുന്നവന്, എടാ അവിടെയല്ല മണിയറ ഒരുക്കേണ്ടത്, എടാ അവിടെയല്ല മണിയറ ഒരുക്കേണ്ടത്. നീ ഈമാനുള്ളവനാണോ, നീ മുസ്ലിമാണോ, ഈ പൂച്ചക്കാട് പള്ളിക്കാട്ടിൽ ഒരു മണിയറ പണിയടാ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ പൊന്നാരമകൾ മണിയറയ്ക്കകത്ത് കയറി വന്ന പ്രിയപ്പെട്ട ഭർത്താവിനോട് അവിടെന്ന് പറഞ്ഞു, അലിയേ, മണിയറ ഒരുക്കേണ്ടത് വിഭാഗത്തിന്റെ ഒന്നാമത്തെ രാത്രിയല്ല, അത് ഒരുക്കേണ്ടത് പള്ളിപ്പറമ്പിലാണ്. എല്ലാവരും കൂടെ 3 കച്ചം വെള്ള തുണിയിൽ എന്നെ കുളിപ്പിച്ച് പുതച്ച് കിടത്തുമല്ലോ. മൂക്കിന്റെ ദ്വാരം പഞ്ഞി കൊണ്ടടയ്ക്കുന്നേ, കാണേണ്ടവർ കണ്ടോ, ഇതാ പൊതിയുന്നേ. മയ്യത്തുകട്ടിൽ തോളിലേക്കുയരുന്നേ, പുരയ്ക്കുള്ളിലപ്പോൾ രോദനം ഉയരുന്നേ. അരുമക്കിടാങ്ങൾ വാപ്പയെ വിളിക്കുന്നേ, അതിനുത്തരം നൽകാതെ നീ കിടക്കുന്നേ. പൂച്ചക്കാട് പള്ളിയിൽ നിന്ന് ഒരു ദിവസം ഈ പള്ളിയുടെ സൈഡിൽ പൊടികടിച്ചിരിക്കുന്ന മയ്യത്ത് കെട്ടിലുണ്ടല്ലോ, അത് നിന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് കുളിപ്പിച്ച 3 കച്ചം വെള്ളം അതാ ഭർത്താവിന്റെ കാമുകിമാരുടെ എണ്ണമെടുക്കുന്ന പെങ്ങള് ഫാത്തിമ ബീവി എന്ന് പറയുന്ന മണവാട്ടി അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നുമോട് അലിയാര് തങ്ങളോട് പറഞ്ഞു, അലിയേ, മണ്ണറയാണ് മണിയറയാക്കേണ്ടത്, മണ്ണറയിലാണ് മണിയറ ഒരുക്കേണ്ടത്. അതുകൊണ്ട് എനിക്ക് 2 റക്അത്ത് നിസ്കരിക്കാൻ അനുവാദം തരുമോ? അലിയാര് തങ്ങളോട് പറയുകയാ, നമുക്ക് ഒരുമിച്ച് നിസ്കരിക്കാം അലിയേ, നമുക്ക് ഖുർആൻ ഓതാം അലിയേ, നമുക്കിവിടെ ഇരുന്ന് കൊണ്ട് തൗബ ചെയ്യാം അലിയേ. നമ്മുടെ മണ്ണറ മണിയറയാക്കാൻ ഈ ദുനിയാവിലെ മണിയറ മാറ്റിവെക്കാമെന്ന് ലോകത്തിന്റെ നേതാവിന്റെ പൊന്നമകളെ പറഞ്ഞു കൊടുക്കുമ്പോ, എടാ പൂച്ചക്കാടുള്ള യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന ചെറുപ്പക്കാരാ, ഏറ്റവും വലിയ ഭാഗം ബെൻസ് കിട്ടുമ്പോഴല്ല, ഓടി കിട്ടുമ്പോഴല്ല, 101 പവൻ കിട്ടുമ്പോഴല്ല, ഏക്കർ കണക്കിന് ജാഗ കിട്ടുമ്പോഴല്ല, എടാ ലക്ഷങ്ങൾ പങ്കെടുക്കുമ്പോഴല്ല, ഒരാണിന് കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യം എന്തെന്നറിയുവോ? ഒരാണിന് കിട്ടുന്ന ഏറ്റവും വലിയ ബമ്പർ എന്തെന്നറിയുവോ? അത് സാലിഹത്തായ ഒരു പെണ്ണാ. ഒരാണിന് കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യം നീ വിചാരിച്ച് ഓടിക്കാറിലാണെന്ന്, ഏറ്റവും വലിയ കാസർഗോഡത്തെ ഏറ്റവും വലിയ സമ്പന്നന്റെ മകളാണെന്ന് നീ കരുതിയെങ്കിൽ ഇല്ലടാ ചെറുപ്പക്കാരാ. ഒരാണിന് കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യം എന്തെന്നറിയോ? ഒരു സാലികത്തായ പെണ്ണിനെ കിട്ടുന്നത് ലോകത്തിലെ ഒരാണിന് കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യമാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, എടാ ഒരു സാലികത്തായ പടച്ചറപ്പിനെ പേടിയുള്ള ഒരു പെണ്ണിനെ നീ പോയി കാണടാ. കല്യാണ ആലോചന കഴിഞ്ഞു, പടച്ചവനെ അവസാനം ഇന്നൊക്കെ പെണ്ണ് കാണാൻ പോകുമ്പോ കൊണ്ടുപോകുന്നത് ഫോണാണ്, കൊണ്ടുപോയി ആദ്യം കൊടുക്കുന്നത് ഫോണാണ്. എന്നിട്ട് നമ്പരും കൊടുത്തിട്ട് പറയും, വിളിക്കോ. എടാ നല്ല ഉപ്പയ്ക്ക് പിറന്ന മോളാണെങ്കിൽ നിങ്ങൾ എന്നെ കുറ്റം പറഞ്ഞാല് കുഴപ്പമില്ല, നല്ല വാപ്പായിക്കും ഉമ്മായിക്കും പിറന്ന മക്കളാണെങ്കിൽ വിളിക്കുമ്പോ പറയും, കൊണ്ടുപോ നിന്റെ ഫോണ്. എനിക്ക് 18 കൊല്ലം അല്ലാഹനെ പേടിച്ച് ജീവിക്കാൻ കഴിയുമെങ്കിൽ നീ കെട്ടുന്നത് വരെ നടക്കാൻ എനിക്കറിയാമടാ. നട്ടല്ലില്ലാത്ത വാപ്പമാര്, നട്ടല്ലില്ലാത്ത വാപ്പമാര് 18 കൊല്ലം അല്ലാഹനെ പേടിയുള്ള ഒരു മകളെ വളർത്തിയിട്ട് ഏതെങ്കിലും ഒരുത്തം വന്ന് കണ്ടിട്ട് ഒന്ന് വിവാഹം ഉറപ്പിക്കുമ്പോ വ്യഭിചരിക്കാൻ സൗകര്യം ചെയ്തു കൊടുക്കുന്ന ഉപ്പാ, നീ നേരെയാകുവോ? നീ അല്ലാഹുവിന്റെ മുന്നിൽ കുറ്റക്കാരനാണ്. പടച്ചറപ്പ് നിന്നെ വെറുതെ വിടത്തില്ലെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കപ്പറ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നീ എങ്ങനെ, നീ വാപ്പ നിന്റെ മോളെ 18 കൊല്ലം വളർത്തും, ഫോണും വിളിക്കൂല, വ്യഭിചരിക്കാനും വിടൂല, കറങ്ങാനും വിടൂല. പക്ഷെ 18 വയസ്സുള്ള നിന്റെ മോളെ ഏതെങ്കിലും ഒരുത്തം വന്ന് കണ്ടു, കല്യാണം ഉറപ്പിച്ചു, ആദ്യം കൊടുക്കണത് ഫോൺ. ഇപ്പൊ പിന്നെ പെണ്ണ് കാണുന്നത് മാലിക് ദിനാർ മക്കാമിന്റെ മുന്നില. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ.
കാലവിടത്തിൽ നിൽക്കണം. സഹാബിയുടെ ബർക്കത്ത്, സഹാബിയുടെ മക്കാമിൽ ഇങ്ങനെ പോയി ഒരുങ്ങി കെട്ടി നിൽക്കും. വീട്ടിൽ വന്നാൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ ഇപ്പൊ പെണ്ണ് കാണാൻ വേണ്ടി ആ മക്കുബറ ഉപയോഗിക്കുന്നത്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, 18 കൊല്ലം പാപ്പാന്ന് പറഞ്ഞാൽ മോളെ മിസ് കോള് കണ്ടാ തല്ലും, മോൾ ആരോടെങ്കിലും സംസാരിക്കുന്നത് കണ്ടാ തല്ല്. എന്നാ ഒരുത്തം വന്ന് കണ്ടു, ഇഷ്ടപ്പെട്ടു, ഒരു സ്വർണവും ഇട്ടിട്ട് ഒരു മൊബൈലും കൊടുത്തിട്ട് പോകും. പിന്നെ നിനക്ക് അനുവാദം, വിളിച്ചോ. പോള് ഫോൺ വിളിച്ചുകൊണ്ട് നടക്ക. എടാ, നല്ല വാപ്പായ്ക്ക് പറഞ്ഞവൻ വിളിക്കൂല. ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞതാ, നിങ്ങൾ എന്നെ എന്തു പറഞ്ഞാലും കുഴപ്പമില്ല. നല്ല ഉപ്പായ്ക്കും ഉമ്മായിക്കും പറഞ്ഞ മകൻ അവൻ വിളിക്കൂല, അവൻ ഫോൺ കൊടുക്കൂല. അല്ലെങ്കിൽ ഏതെങ്കിലും അള്ളാനെ പേടിയുള്ള സാലിഹത്തായ ഒരു പെണ്ണ് നീ വിളിച്ചാ പറയും എന്നെ വിളിക്കണ്ട. നല്ല ഉമ്മയാണോ, മരുമോൻ വിളിക്കും, വിവാഹം ഉറപ്പിച്ചവൻ വിളിക്കുമ്പോ കൊണ്ടുപോയിട്ട് വാപ്പാടെ കൊടുക്കും, സംസാരിച്ചോളാൻ കൊണ്ട് വാപ്പാടെ കൈ കൊടുക്കും, ഭർത്താവിന്റെ കൈ കൊടുക്കും. മോളെ കൊടുക്കൂല, കാരണം അവൻ അന്യപുരുഷനാ. അവള് ഫോണും വിളിക്കൂല, ഒന്നും വിളിക്കൂല, ഒന്നും സംസാരിക്കില്ല. എടാ ചെറുപ്പക്കാരാ, ഏറ്റവും വലിയ ഭാഗ്യം. എടാ മോനെ, വിവാഹം കഴിക്കുന്നത് എന്തിനാ ചോദിക്കൂല ചെറുപ്പക്കാര്. ഉസ്താദ് എന്തിനാ ഉസ്താദെ പെണ്ണ് കെട്ടുന്നേ? ഇങ്ങനെ സുഖിച്ച് നടക്കാമല്ലോ. രാത്രി 12 മണിക്ക് വീട്ടിൽ കയറി ചെന്നാലും ചോദിക്കാനും പറയാനും ആരുമില്ല. എന്തിനാ ഉസ്താദെ? എടാ പെണ്ണ് കെട്ടുന്നത് എന്തിനെന്നറിയോ? ആദൻ നബി അലിഹിസ്സലാം അള്ളാഹു ആദൻ നബിയെ സൃഷ്ടിച്ചിട്ട് സ്വർഗത്തിൽ കയറ്റി വിട്ടു. സ്വർഗമല്ലേ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്? അള്ളാഹു നൽകുമാറാകട്ടെ, അള്ളാഹു നൽകുമാറാകട്ടെ. എന്തിനാ പെണ്ണ് കെട്ടണം? എല്ലാ ചെറുപ്പക്കാരുള്ള ചോദ്യവാ, എന്തിനാ പെണ്ണ്? ഞാൻ മറുപടി പറയാം. ആദൻ നബി അലിഹിസ്സലാമിനെ അള്ളാഹു സൃഷ്ടിച്ചിട്ട് സ്വർഗത്തിൽ കയറ്റി വിട്ടു. ആദൻ നബി ഇങ്ങനെ നടക്ക സ്വർഗത്തിൽ കൂടെ. ആദൻ നബി ഇങ്ങനെ സ്വർഗത്തിൽ കൂടെ നടക്ക. അള്ളാഹു ചോദിച്ചു, എന്തേ ആദവേ നിനക്കൊരു സന്തോഷം ഇല്ലാത്ത? സ്വർഗത്തിൽ കൂടെ നടന്നിട്ട് നിനക്ക് എന്തേ സന്തോഷം ഇല്ലാത്ത? ആദൻ നബി പറയാ, അല്ലാ ഒറ്റയ്ക്ക് നടന്നു മടുത്തു പടച്ചാണ്. എന്താ പറഞ്ഞ മറുപടി? അള്ളാന്റെ സ്വർഗത്തിലൂടെ പാലരുവികളും തേനരുവികളും ഒഴുകുന്ന അള്ളാന്റെ സ്വർഗം, ഞാൻ ഇബാദത്ത് ചെയ്യുന്നത് അവിടെ പോവാനാ. നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹം സ്വർഗത്തിൽ പോകണമെന്നാ. എന്നാൽ ഈ സ്വർഗത്തിൽ കൂടെ ആദൻ നബി ഇങ്ങനെ നടക്കുമ്പോ അള്ളാഹ് ചോദിച്ചു, നിനക്ക് എന്തേ ഒരു ടെൻഷൻ, ഒരു സന്തോഷം ഇല്ലാത്ത? അള്ളാഹ് ഒറ്റയ്ക്ക് നടന്നിട്ട് ഒരു സുഖമില്ല പടച്ചോനെ. അള്ളാഹു ഹവ്വ എന്ന് പറയുന്ന ഒരു പെണ്ണിനെ സൃഷ്ടിച്ചു കൊടുത്തു. അപ്പോഴാദൻ നബിക്ക് സന്തോഷം വന്നെ. മോനെ, അള്ളാന്റെ ഖുർആൻ പറയുകയാ, വിവാഹം കഴിച്ചാലേ സമാധാനം കിട്ടും, വിവാഹം കഴിച്ചാൽ സന്തോഷം കിട്ടും. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഉറക്കപ്പറ, അള്ളാഹ് ഈമാൻ തരുമാറാകട്ടെ. വിവാഹം കഴിച്ചാൽ എന്ത് കിട്ടും? നിങ്ങളുടെ നാവ് കൊണ്ട് പറ, എന്ത് കിട്ടും? പറ, ഞാൻ പറഞ്ഞില്ല, അള്ളാഹ് പറഞ്ഞ എന്ത് കിട്ടും? സന്തോഷം, സമാധാനം കിട്ടുമെന്ന് അള്ളാന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. നിനക്കൊണ്ടോ ആ സാധനം? ഉസ്താദെ, എന്നാണോ ഞാൻ പെണ്ണ് കെട്ടിയത് അന്നത്തോടു കൂടി എന്റെ സമാധാനം പോയി. അപ്പൊ ഖുർആൻ പറഞ്ഞത് തെറ്റാണോ ശരിയാണോ? ഖുർആൻ പറഞ്ഞത് ശരിയാ, പക്ഷെ തെറ്റുപറ്റിയത് ആർക്കാ? നിനക്ക്. നീ കെട്ടുന്നതിന് മുമ്പേ വഴുതു പറയാൻ തുടങ്ങിയില്ലേ, പിന്നെ എങ്ങനെ സന്തോഷം കിട്ടും? നീ കെട്ടുന്നതിന് മുമ്പേ നിന്റെ അടിവസ്ത്രത്തിന്റെ അളവ് വെച്ച് നിന്റെ പെണ്ണ് പറഞ്ഞു തരും. കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഓള് പറഞ്ഞു തരും. നീ അതുവരെ വഴുതു പറഞ്ഞില്ലേ, പിന്നെ നീ കെട്ടിയിട്ട് എന്താ, നേരെ ബെഡ്റൂമിൽ കയറിയാ മതി. അതുകൊണ്ട് എടാ ചെറുപ്പക്കാരെ, ഏറ്റവും വലിയ ഭാഗ്യം എന്തെന്നറിയോ? എടാ, ഒരു അള്ളാനെ പേടിയുള്ള ഒരു പെണ്ണിനെ കിട്ടിയ അവളെ ഫോൺ വിളിക്കാൻ കിട്ടൂല, കറങ്ങാൻ കിട്ടൂല, നിക്കാഹ് കഴിക്കുന്നത് വരെ ഒന്നും ഉണ്ടാകില്ല. കഴിച്ചാൽ തന്നെ അന്നേ പറ്റൂ. നിക്കാഹ് കഴിയുന്നതിന്റെ അന്നത്തെ രാത്രി അവളെ കാണാൻ തന്നെ കിട്ടണേ. അതാലോചിക്ക് എന്റെ പ്രിയപ്പെട്ടവർ, അങ്ങനെ നിക്കാഹ് കഴിഞ്ഞു. രാത്രി മണിയറയ്ക്കകത്ത് നീ നിന്റെ കൂട്ടുകാരുടെ കൂടെ കറക്കമെല്ലാം കഴിഞ്ഞ് അവസാനം കയറി ചെല്ലുമ്പോ അവള് ചോദിക്കും, ഇക്കാ കറക്കൊക്കെ തീർന്നോ? ഇക്കാടെ ആഘോഷമൊക്കെ തീർന്നോ? തീർന്നു മോളെ, എന്നാ പോയി ഒളിവെടുത്തിട്ട് വാ. സാലികത്തായ ഒരു പെണ്ണാണെങ്കിൽ ഓള് പറയും, ഇക്ക പോയി ഒളിവെടുത്തിട്ട് വാ. അങ്ങനെ പോയി ഒളിവ് എടുത്തിട്ട് വാ, നിങ്ങൾ പോയിട്ട് വരി. അങ്ങനെ പോയി ഒളിവെടുത്തിട്ട് അടുത്ത് വരുമ്പോ അവള് ചോദിക്കുക, അള്ളാഹു എന്നെ പോലെ ഒരു നല്ല പെണ്ണിനെ അള്ള നിങ്ങൾക്ക് തന്നില്ലേ? നിങ്ങളെ പോലെ ഒരു നല്ല ഭർത്താവിനെ അള്ള എനിക്ക് തന്നില്ലേ? അതിന് നന്ദി കാണിക്കണം, അതിന് നന്ദി രേഖപ്പെടുത്തണം, നന്ദി രേഖപ്പെടുത്തണം. എന്നാ കയറി 2 റക്അത്ത് നിസ്കരിക്ക്. ശുക്റിന്റെ നിസ്കാരം. അള്ളാഹിന് നന്ദി രേഖപ്പെടുത്തി 2 റക്അത്ത് നിസ്കരിക്കും. നിസ്കാരം കഴിഞ്ഞ ഭാര്യയും ഭർത്താവും കൂടെ മണിയറയ്ക്കകത്തിരുന്ന് നിസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിയപ്പോ പെണ്ണ് പുറകെ ഇരുന്നിട്ട് ചോദിക്ക, ഇക്ക ജീവിതത്തിൽ ഒരുപാട് പാപ ഇക്ക ചെയ്തിട്ടില്ലേ? ഞാനും ചെയ്തിട്ടുണ്ട്. ഈ ചെയ്തത് മുഴുവനും ഇന്ന് മുതൽ നമ്മൾ പുതിയ ജീവിതം തുടങ്ങുകയാ. ഇക്ക ഇവിടെ ഇരുന്ന് തൗബ ചെയ്യേ, ഞാൻ ആമീൻ പറയാം. ഭർത്താവ് നല്ല പെണ്ണാണെങ്കിൽ ഭർത്താവിനോട് പറയും, ഇക്ക ഇവിടെ ഇരുന്ന് തൗബ ചെയ്യ്. ഇക്ക മണിയറ രഹസ്യം പഴയ രഹസ്യം ഒന്നും പറയണ്ട, ഇവിടെ ഇരുന്നിട്ട് തൗബ ചെയ്യണം. ഞാൻ ആമീൻ പറയും. ദുആ ചെയ്യുമ്പോ എന്റെ പാപം കൂടെ അള്ളാഹു പൊറുക്കാൻ ദുആ ചെയ്യും. അങ്ങനെ പുതിയ പഴയ മണിയറയ്ക്കകത്ത് തിരിത്ത് ദുആ ചെയ്യിപ്പിക്കും, തൗബ ചെയ്യിപ്പിക്കും.
തൗബ ചെയ്ത് കഴിഞ്ഞു. രണ്ടുപേരും ദുആയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോ ഭർത്താവിനോട് ഭാര്യ പറയും, ഇക്ക എഴുന്നേറ്റിട്ട് എന്റെ തലയുടെ മുകളിൽ കൈവച്ചിട്ട് ആ ദുആ അങ്ങ് ചെയ്തേ. മുത്തുനബി ഒരു ദുആ പഠിപ്പിച്ചു തന്നിട്ടുണ്ടല്ലോ, അതെന്റെ തലയുടെ മുകളിൽ വെച്ചിട്ട് ചെയ്. ഓൻ കണ്ണും തള്ളിയിരിക്കെ ഏത് ദുആ? എടാ ഏത്? ഇവള് പറയണ ഈ ദുആ ഏതാ? നിങ്ങൾ ചിന്തിച്ചു നോക്ക്. വാപ്പമാര് നല്ലതുപോലെ ചിന്തിക്കണം. പള്ളിക്കകത്ത് സ്വന്തം മോളെ കെട്ടിച്ചു കൊടുക്കുന്ന ഉപ്പ, നീ ചിന്തിക്കണം. പെൺമക്കളെ കെട്ടിച്ചു കൊടുത്ത അല്ലാഹ് നിനക്ക് സ്വർഗം തരും. ആർക്ക്? നീ കെട്ടിച്ചു കൊടുക്കും. പള്ളിയിലെ തങ്ങന്മാരും ഉസ്താദന്മാരും കയ്യിൽ പിടിച്ചിട്ട് പറയും, ഉസവ്വിജുക അലാ മാ അമറല്ലാഹു തആല ബിഹി മിൻ ഇംസാകിൻ ബിമഅറൂഫിൻ ഔ തസ്രീഹിൻ ബിഇഹ്സാൻ സവ്വജതുക വ അൻഗഹതുക എന്ന് പറയുമ്പോൾ കടന്നിട്ട് നാക്കിവന് പറയാൻ പോലും അറിയാത്തവനാ നീ നിന്റെ മോനെ കെട്ടിച്ചു കൊടുക്കണേ. എടാ നിങ്ങൾ ചിന്തിക്ക്. കോമഡി, ഏറ്റവും വലിയ കോമഡി, തമാശ, നമുക്ക് ചിരി വരും ഉസ്താദന്മാർക്കൊക്കെ. ഓരോ മനുഷ്യന്റെ കയ്യിൽ പിടിച്ചിട്ട് ഉസ്താദ് പറയും, ഉസവ്വിജുക സവ്വജതുക വ അൻഗഹതുക. ഓൻ കിടന്നിട്ട് എന്തോ മുട്ട, പുഴുങ്ങിയ മുട്ട വായിലിട്ടിട്ട് പ്രയാസപ്പെടാ, ചൂട് മുട്ട തിന്നിട്ട് അതുപോലും പറയാൻ അറിയാത്തവനാ നീ മോനെ കെട്ടിച്ചു കൊടുക്കണേ. ഓന്റെ പറവയെ പോലുള്ള കുറച്ച് മുടിയും കീറി പറഞ്ഞ ഒരു പാൻറ്റും. എന്താ ചങ്ങാതി ഇങ്ങനെ തിരഞ്ഞെടുക്കണ്ടേ? എന്റെ പ്രിയമുള്ള കുറെ എണ്ണം എന്റെ ചെറുപ്പക്കാര്, നിങ്ങൾ ഇപ്പൊ ഒരു പുതിയ ഫാഷനാ, കല്യാണ പയ്യന്റെ കൂടെ ഒരു വിഭാഗം ഉണ്ടാകും, ഒരേ സെയിം. ഈ ഉടുപ്പ് എവിടെ പോയി വാങ്ങണടാ മക്കളെ? എല്ലാത്തിനും ഒരേ ഉടുപ്പ്, ഒരേ ചുരിദാർ, ഒരേ സാരി ഉടുത്തോ. പള്ളിപ്പറമ്പിൽ പോകുമ്പോഴും ഒരുമിച്ച് പൊക്കോണം, നരകത്തിൽ ഒരുമിച്ചായിരിക്കും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. പുതിയ പെണ്ണ് പറയാ, ഇക്ക നിങ്ങൾ എന്റെ തലയിൽ കൈവച്ചിട്ട് ദുആ ചെയ്. എനിക്കറിയില്ല മോളെ, ഞാൻ പറഞ്ഞുതരാം ഇക്ക, ഞാൻ പഠിപ്പിച്ച രംഗത്തിനെ പഠിക്കണം, ഞാൻ പഠിപ്പിക്കാം. എന്റെ തലയിൽ കൈവച്ചിട്ട് ദുആ ചെയ്. ഭർത്താവിന് ഭാര്യ പറഞ്ഞു കൊടുക്കും. ഓൻ ആ ദുആ വലത് കൈ തലയിൽ വെച്ചിട്ട് പറയും. അത് ആദ്യ രാത്രി മാത്രമേ പറ്റൂ, എല്ലാ ദിവസവും പറ്റൂല. അത് വിവാഹത്തിന്റെ 1ാമത്തെ രാത്രി പറയേണ്ടതാ. തലയിൽ കൈവച്ചിട്ട് ദുആ ചെയ്തു. എന്നിട്ട് രണ്ടുപേരും കൂടെ മണിയറയ്ക്കകത്ത് കയറുമ്പോ ഓള് പറയിക്കാ, ചില കാര്യങ്ങളും അദബും മര്യാദകളൊക്കെ ഉണ്ട് കേട്ടാ. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് കൈ കഴുകണം, ബിസ്മി പറയണം, കഴിക്കുമ്പോ മര്യാദയുണ്ട്. അതുകൊണ്ട് ഇക്ക പഠിച്ചിട്ടുണ്ടോ? എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കും. രണ്ടുപേരും കൂടെ കുടുംബജീവിതം തുടങ്ങി. രണ്ടുപേരും കിടന്നുറങ്ങി. വെളുപ്പാങ്കാലത്ത് പൂച്ചക്കാട് പള്ളിയിൽ നിന്ന് വിളിക്കുന്നു, അസ്സലാത്തു ഖൈറും മിനൻ നൗം. ആ ബാങ്ക് വിളിക്കുന്നതിന് മുമ്പേ ഓൾ എഴുന്നേക്കും. എല്ലാ ദിവസവും രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് പഠിച്ച പെണ്ണ. അവള് കല്യാണത്തിന്റെ 1ാമത്തെ രാത്രി മണിയറയിൽ നിന്ന് 4 മണിക്ക് എഴുന്നേറ്റ് ഓള് പോയി കുളിച്ചൊരുങ്ങിയിട്ട് ഇക്കാടടുത്ത് വന്നിട്ട് കാലി തോണ്ട, എഴുന്നേക്കിക്ക, സുബൈക്ക് ബാങ്ക് വിളിക്കാറായി. ഓം പറയും, മോളെ ഇന്നിപ്പോ വല്ലാത്ത ദിവസമല്ലേ, കല്യാണമൊക്കെ കഴിഞ്ഞ ദിവസമല്ലേ, വലിയ ക്ഷീണമാ, ഞാൻ ഉറങ്ങട്ടെ. ഒരു കോംപ്രമൈസിന് ഞാൻ തയ്യാറല്ല, എഴുന്നേക്ക്. ഇക്ക, ഇന്നലെ വരെ നിങ്ങൾ സുബഹി നിസ്കരിച്ചോ? ഇല്ല, എനിക്കറിയില്ല, പക്ഷെ ഇന്ന് മുതൽ നിസ്കരിച്ചേ പറ്റൂ. കാലി പിടിച്ചിട്ട് ഭർത്താവിനെ പൊക്കും, കൊണ്ട് കുളിപ്പരയി വിടും, കുളിപ്പിക്കും, പല്ല് തേപ്പിക്കും, ഒളുവെടുപ്പിക്കും. കൊണ്ടുവന്നിട്ട് പൂച്ചക്കാട് പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ അവള് പറയും, ഇക്ക ഇന്ന് പള്ളിയിൽ പോണ്ട, ഇന്ന് പള്ളിയിൽ പോണ്ട, ഇന്ന് നമുക്ക് രണ്ടുപേർക്കും ജമാഅത്തായി നിസ്കരിക്കാം. ഭർത്താവിന് ഭാര്യയ്ക്ക് ജമാഅത്ത് നിൽക്കാമല്ലോ. മണിയറയിൽ മുന്നോട്ട് കയറി നിന്നിട്ട് സുബഹി നിസ്കരിക്കും, ഞാൻ പുറകിൽ. അവളാ ഭാര്യ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ, അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. നമ്മുടെ ഭാര്യ ഈനാമ്പച്ചിക്ക് മരപ്പട്ടി കൂട്ടെന്ന് പറയണ പോലെ നിസ്കരിക്കുന്നവനെ കൂടെ കൂടെ കിടന്ന് നിസ്കരിക്കാത്തവനാക്കുന്ന കാലം അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, എനിക്ക് 2 റക്അത്ത് നിസ്കരിക്കണം, നിങ്ങളും കൂടിക്കോ. എന്തിന്? പള്ളിപ്പറമ്പിൽ മണിയറ ഒരുക്കാൻ. നിസ്കരിച്ചു സഹോദര. പൂച്ചക്കാടുള്ള പെണ്ണെ, പൂച്ചക്കാടിന്റെ പരിസരത്തുള്ള ഉമ്മ ഫാത്തിമ ബീബി കടന്നുറങ്ങിയത് എവിടെന്നറിയോ? ഡബിൾ കോട്ട് കട്ടിലിന്റെ മുകളിലല്ല, ഡബിൾ കോട്ട് കട്ടിലിന്റെ മുകളിലല്ല. അലിയാര് തങ്ങൾക്ക് ഒരാടിന്റെ തോലുണ്ടായിരുന്നു. അലിയാര് റളിയല്ലാഹു തആല അൻഹുവിന് ഒരാടിന്റെ തോലുണ്ടായിരുന്നു. ഇതങ്ങട്ട് വിരിക്കും. ഈ ആടിന്റെ തോല് വിരിച്ചിട്ട് രണ്ടുപേരും കൂടെ അതിന്റെ മുകളിൽ കയറി കിടക്കും. ആടിന്റെ തോലിന്റെ വലിപ്പം നീ ചിന്തിച്ചാൽ മതി. എത്ര വലിയ ആടാണെങ്കിലും എത്രയുണ്ട്. ഈ ആടിന്റെ തോലെടുത്തിട്ട് വിരിച്ചിട്ട് ഇവര് രണ്ടുപേരും കൂടെ അതിനകത്ത് കിടന്ന് സുഖമായിട്ട് ഉറങ്ങി. രാവിലെ എഴുന്നേറ്റ ഈ ആടിന്റെ തോല് കൊണ്ടുപോയിട്ട് അലിയാര് തങ്ങൾക്കൊരു കുതിരയുണ്ട്, അതിന്റെ മുന്നിൽ കൊണ്ട് വിരിച്ചിട്ട് തീറ്റി വാരിയിട്ട് കൊടുക്കും. അതിനകത്ത് രാത്രി കിടക്കാൻ വിരിക്കുന്നത് ഈ ആടിന്റെ തോല്. പകല് തന്റെ വീട്ടിലെ കുതിരയ്ക്ക് തീറ്റി കൊടുക്കണം ഇതിന്റെ മുകളിലാണ്. രാവിലെ മൊത്തം ജോലി അതാ, കൊണ്ടുപോയി വിരിച്ചിട്ട് അതിനകത്താ തീറ്റിയിട്ട് കൊടുക്കണത്.
എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നീ ചിന്തിക്ക്, ഇതിനാ മോളെ ജീവിതം. ഇതിനാ ജീവിതം എന്ന് പറയുന്നത്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് കല്യാണം കഴിച്ചു വിട്ട മോളെ കാണാൻ ഒരു ദിവസം വീട്ടിൽ പോയി. കല്യാണം കഴിച്ചു വിട്ട ശേഷം തന്റെ പൊന്നാര മകളെ കാണാൻ അലിയാര് തങ്ങളുടെ വീട്ടിലേക്ക് കടന്നു ചെന്നപ്പോ വാപ്പാനെ കണ്ടതും ഫാത്തിമ ബീവി ഓടി വന്നു, കരഞ്ഞോണ്ട് ഓടി വന്നിട്ട് കെട്ടിപ്പിടിച്ചിട്ട് കരയാ. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ കരയാ. എന്തേ മോളെ കരയണേ? എന്തേ ഫാത്തിമ കരയണേ? ഉപ്പ ഭക്ഷണം കഴിച്ചിട്ട് 3 ദിവസമായി. വാപ്പ കെട്ടിച്ചു വിട്ട പൊന്നുമോള് വാപ്പാനോട് കരഞ്ഞോണ്ട് പറയാ, ഉപ്പാ. ഏതുപ്പ? കരളിന്റെ കഷ്ടത്വാന്ന് മുത്തുനബി പറഞ്ഞ പൊന്നുമോള് പറയാ, ഉപ്പ വല്ലതും തിന്നിട്ട് 3 ദിവസമായി. വാപ്പാടെ മോള് പട്ടിണിയാ. പരാതി പറഞ്ഞപ്പോ മുത്തുനബി ഫാത്തിമ ബീവിയോട് പറഞ്ഞു, ഫാത്തിമ, ഞാൻ വല്ലതും കഴിച്ചിട്ട് 4 ദിവസമായി മോളെ. വലിയ അബീക്കറുപവും ഉപ്പ വല്ലതും തിന്നിട്ട് 4 ദിവസമായി. ഉടനെ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പടച്ചൊരു ഉപ്പാനോട് പറഞ്ഞു പോയല്ലോ, എന്റെ ഉപ്പാനോട് പറഞ്ഞു പോയല്ലോ. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയോട് പറഞ്ഞു, ക്ഷമിക്കും മോളെ, അള്ളാഹു നിനക്കൊരു സന്തോഷം തരും. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പിരിഞ്ഞുപോയി. അള്ളാന്റെ റസൂലിന്റെ പൊന്നുമോള്. കാരണം ഷീബു അബീ താലിബ് എന്ന് പറയുന്ന മലഞ്ചെരുവില് വാപ്പായും ഉമ്മായും പച്ചില തിന്നിട്ട് സ്നേഹിക്കുന്നത് കണ്ടു വളർന്ന മോളാ. പച്ചില പറിച്ച് കഴിച്ചിട്ട് സ്നേഹിച്ച് ജീവിക്കുന്ന കണ്ട ഫാത്തിമ, അല്ലാഹുവേ പടച്ചവനെ, അവിടെ നിന്ന് പട്ടിണിയാണ്, കഴിക്കാൻ ഭക്ഷണമില്ലാതെ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല പട്ടിണി കിടന്നിട്ട് തന്റെ മാറിടത്തിലൂടെ രക്തമിങ്ങനെ ഒലിക്കുകയാണ്. അല്ലാഹുവേ, അവരുടെ ജീവിതം വല്ലാത്ത ജീവിതമായിരുന്നു. എന്നാലും പരസ്പരം അവര് തമ്മിൽ തല്ലാറില്ല. അവർക്ക് രണ്ടുപേർക്കും ഒരു പ്രയാസവുമില്ല. എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, അലിയാര് തങ്ങള് പടച്ചവനെ വിശപ്പ് സഹിക്കാൻ കഴിയാതെ എന്തെങ്കിലും ജോലി തേടിയിട്ട് നടക്കുകയാണ്. മുജാഹിദ് റളിയല്ലാഹു തആല പറയുന്നു, ഒരിക്കലും മലയുടെ മുകളിലേക്ക് കടന്നു ചെന്നിട്ട് അതാ പടച്ചവനെ മൺകട്ടയുണ്ടാക്കുന്നവരുടെ കൂടെ ജോലി ചെയ്തിട്ട് അലിയാര് തങ്ങൾ അതുപോലെ കഷ്ടപ്പെട്ടു എന്ന് ചരിത്രം പറയുമ്പോ അവര് രണ്ടുപേരും കൊല്ലങ്ങളോളം ജീവിച്ചു. ഹസനും ഹുസൈൻ എന്ന് പറയുന്ന 2 മക്കള്, ഓരോ വയസ്സിന്റെ വ്യത്യാസമാണ്. പടച്ചവനെ, അങ്ങനെ 4 പേരും വല്ലാത്ത പ്രയാസത്തിലായി. ഒരു ദിവസം അല്ലാഹുവേ, അലിയാര് തങ്ങളുണ്ടല്ലോ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയോട് പറഞ്ഞു, ഫാത്തിമ, നമുക്കൊരു സ്വന്തമായിട്ടൊരു വീട് വേണ്ടേ ഫാത്തിമ? അല്ലാഹുവിന്റെ പ്രവാചകന്റെ പൊന്നുമകളോട് അലിയാര് തങ്ങൾ പറയുന്നു, ഫാത്തിമ, നമുക്ക് സ്വന്തമായിട്ടൊരു വീട് വേണ്ടേ? നമുക്ക് താമസം മാറണ്ടേ? അലിയാര് തങ്ങൾ ഫാത്തിമയോട് പറയുമ്പോ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല പറഞ്ഞു, അലിയേ, എനിക്കും ആഗ്രഹമുണ്ട്, ഒന്ന് വീട് മാറണമെന്ന് ആഗ്രഹമുണ്ട്. എന്തേ കാരണമെന്നറിയുവോ? എന്റെ പ്രിയപ്പെട്ട പെണ്ണ്, കല്യാണം കഴിച്ചൊരു വീടിന്റെ അകത്തേക്ക് കടന്നു ചെല്ലുമ്പോ ഭർത്താവിനോട് സ്വന്തം വീടുണ്ടാക്കാൻ വേണ്ടി പറയുന്ന ഒരുപാട് പെണ്ണുങ്ങളുണ്ട്. നിങ്ങളുടെ ഉപ്പായിക്കും ഉമ്മായിക്കും വെച്ച് വിളമ്പാൻ എനിക്ക് വയ്യ, കൂടപ്പറപ്പുകളുടെ തുണി കഴുകാൻ എനിക്ക് വയ്യ, എല്ലാവർക്കും വെച്ച് വിളമ്പാൻ എനിക്ക് വയ്യ. തന്റെ ഭർത്താവിന്റെ കുടുംബത്തിൽ നിന്ന് പിടിച്ചിറക്കിയിട്ട് മറ്റു വീട് പണിയുന്ന പെണ്ണ്, ഒരു വീട് മുഴുവനും തകർക്കുന്ന, ഉമ്മാനെയും കൂടപ്പറപ്പുകളെയും ഭർത്താവിനെയും തമ്മിൽ തല്ലിക്കുന്ന പല പെണ്ണുങ്ങളുമുണ്ട്. എങ്കിൽ അല്ലാഹുവേ, അതാ കുടുംബ വീട്ടിലാണ് ഫാത്തിമ കഴിഞ്ഞത്. വർഷങ്ങളോളം അവിടെ കഴിഞ്ഞു. അല്ലാഹുവേ, ത്യാഗങ്ങളും പീഡനങ്ങളും എല്ലാം ക്ഷമിച്ചുകൊണ്ട് അവിടെ കഴിഞ്ഞു. ഒരു ദിവസം അലിയാര് തങ്ങൾ പറഞ്ഞു, ഫാത്തിമ, നമുക്ക് സ്വന്തമായിട്ടൊരു വീട് വേണമല്ലോ. അലിയാര് തങ്ങളിത് പറയുമ്പോ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല പറഞ്ഞു, എനിക്കും ആഗ്രഹമുണ്ട്, ഇവിടെ നിന്ന് മാറണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എന്തിനെന്നറിയോ? മാറണമെന്ന് ആഗ്രഹമുള്ളത് എന്തിനെന്നറിയോ? അലിയാര് തങ്ങള്, നിങ്ങളുടെ ഉമ്മയും പെങ്ങന്മാരും ഇവിടെയുണ്ട്. നമ്മൾ പട്ടിണി കിടക്കുന്നത് അവര് കണ്ടാൽ അവരുടെ മനസ്സ് വേദനിക്കുമല്ലോ.
അല്ലാഹുവിന്റെ പ്രവാചകന്റെ പൊന്നുമോളം മക്കളും പട്ടിണി കിടക്കുന്നത് കണ്ട നിങ്ങളുടെ ഉമ്മായിക്കും കൂടപ്പറപ്പുകൾക്കും സഹിക്കാൻ കഴിയില്ലല്ലോ. നമ്മൾ രണ്ടുപേരും കഴിക്കാൻ ഭക്ഷണമില്ലാതെ ഈ വീടിന്റെ അകത്ത് പട്ടിണി കിടക്കുന്നത് കണ്ടാൽ റസൂലുള്ളാന്റെ പൊന്നുമോള് പട്ടിണിയാണല്ലോ, ഹസനും ഹുസൈനും പട്ടിണിയാണല്ലോ. അത് കാണുമ്പോ നിങ്ങളുടെ ഉമ്മായിക്കും പെങ്ങന്മാർക്കും സഹിക്കാൻ കഴിയില്ല. അവരുടെ മനസ്സിന് വല്ലാത്ത വേദനയാ. അതുകൊണ്ട് എനിക്കും ആഗ്രഹമുണ്ട് നമുക്കിവിടെ നിന്ന് മാറാം. പട്ടിണിയാണെങ്കിലും ആരും കാണില്ലല്ലോ. പക്ഷേ നിങ്ങളുടെ കയ്യിൽ പൈസ ഇല്ലല്ലോ, നിങ്ങളുടെ കയ്യിൽ ഒന്നുമില്ലല്ലോ. പിന്നെ എങ്ങനെ നമ്മൾ മാറുമെന്ന് ചോദിക്കുമ്പോ അലിയാര് തങ്ങള് പറയുന്നു, ഫാത്തിമ അലിയാര് തങ്ങള് പറയുന്നു, ഫാത്തിമ നീ നാളെ ഉപ്പാടെ മുന്നിൽ പോകണം, അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് പോകണം. അല്ലാഹുവിന്റെ റസൂലിന്റെ കൂട്ടുകാരനായ ഹാരിസത്ത് ഇബ്നു നുഅ്മാൻ, ആ സ്വഹാബിക്ക് 2 വീടുണ്ട്. ഒരു വീട് ചുമ്മാതെ കിടക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചാ സഹാബി കൊടുക്കും. അതുകൊണ്ട് നീ നിന്റെ വാപ്പയോട് പോയിട്ട് ഇത് പറയണമെന്ന് അലിയാളവിടെന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ, ഫാത്തിമ ബീബി പിറ്റേ ദിവസം വാപ്പാടെ മുന്നിൽ ചെന്നു. വാപ്പായിക്ക് വല്ലാത്ത സന്തോഷമായി, ഫാത്തിമാനെ കണ്ടതും വല്ലാത്ത സന്തോഷമായി. തന്റെ പൊന്നുമകളുടെ നെറ്റിത്തടത്തിൽ ഉമ്മ കൊടുക്കുകയാണ്. എന്തേ ഫാത്തിമ വന്നത്? അവിടെന്ന് പറഞ്ഞു, വാപ്പാ എനിക്കിപ്പോ 2 മക്കളായി വാപ്പാ, ഹസനും ഹുസൈനും 2 മക്കളാണ്. ഞങ്ങൾക്ക് കേറിക്കിടക്കാൻ ഒരു വീടില്ല, എന്റെ ഭർത്താവിന് വീട് വാങ്ങാൻ പൈസയില്ല, ഒരു വാടക വീട് പോലും എടുക്കാൻ പൈസയില്ല. ഞങ്ങളുടെ അവസ്ഥ എന്താണെന്ന് വാപ്പയ്ക്കറിയുമല്ലോ. അതുകൊണ്ട് വാപ്പാ ഹാരിസത്ത് ഇബ്നു നുഅ്മാൻ എന്ന് പറയുന്ന സ്വഹാബി വല്ലാത്ത ഇഷ്ടമാണല്ലോ ഉപ്പാ, ഉപ്പാനെ വല്ലാത്ത ഇഷ്ടമാണല്ലോ. ആ സ്വഹാബിക്ക് 2 വീടുണ്ട്. ഒരു വീട് ചുമ്മാതെ കിടക്കുകയാണ്. വാപ്പ എനിക്ക് വേണ്ടി ചോദിച്ചാ ഒരു വീട് തരുമല്ലോ വാപ്പാ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ പൊന്നുമോളവിടെന്ന് പറയുമ്പോ റസൂലുള്ളാഹിയുടെ കണ്ണ് നിറയുകയാണ്, മുത്തുനബി കരയുകയാണ്, പ്രവാചകന്റെ താടിരോമത്തിലൂടെ കണ്ണുനീര് ഒഴുകുകയാണ്. റസൂലുള്ളാഹി പറഞ്ഞു, ഫാത്തിമ എന്നെ വല്ലാത്ത ഇഷ്ടവാ, ഞാൻ ചോദിച്ചാൽ എന്തും തരും ഫാത്തിമ. പക്ഷേ ഇന്ന് വരെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരാളുടെ മുന്നിലും കൈനീട്ടിയിട്ടില്ല. ഫാത്തിമ ബീവിയോട് പറയുകയാണ്, എന്റെ മക്കൾക്ക് വേണ്ടി ഇന്ന് വരെ ഞാൻ ഒരാളുടെ മുന്നിലും കൈനീട്ടിയിട്ടില്ല. പാപ്പായിക്ക് ലജ്ജയാ മോളെ. ആ സഹാബിയുടെ മുന്നിൽ ചെന്നിട്ട് എന്റെ മോക്കൊരു വീട് കൊടുക്കുമോ എന്ന് ചോദിക്കാൻ എനിക്ക് നാണവാ മോളെ, എനിക്ക് ലജ്ജയാ മോളെ. മുത്തുനബി എവിടെ നിന്ന് പറയുമ്പോ ഫാത്തിമ പറയുന്നു, വേണ്ട വാപ്പാ, എനിക്ക് വേണ്ട വാപ്പാ, എന്റെ ഉപ്പ കരയരുത്, വീടില്ലെങ്കിലും കുഴപ്പമില്ല, പട്ടിണിയാണെങ്കിലും ഞാൻ എവിടെ കിടന്നോളാ. അല്ലാഹുവിന്റെ റസൂല് തന്റെ പൊന്നാര മകളവിടെ മുത്തുനബിയുടെ കണ്ണുനീര് തുടയ്ക്കുകയാണ്. എന്നിട്ട് ഫാത്തിമ ഇറങ്ങി ഓടുകയാ. ഉപ്പാരോട് ചോദിച്ചു പോയല്ലോ. അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ വീടിന്റെ അകത്തിരിക്കുമ്പോ ഇതെല്ലാം ഒരു സഹാബി കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ സംസാരിക്കുന്നത് മുഴുവനും ഒരു സ്വഹാബി കേട്ടുകൊണ്ടിരിക്കുകയാണ്. ആ സ്വഹാബി ഓടുകയാ. ഹാരിസത്ത് ഇബ്നു നുഅ്മാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ ചാരത്ത് ഓടിച്ചെന്നിട്ട് മുത്തുനബിയുടെ വീടിന്റെ അകത്ത് ഇങ്ങനെ ഒരു സംഭവം നടന്നു. അവിടെ നിന്ന് പറയുമ്പോ ഹാരിസത്ത് ഇബ്നു നുഅ്മാൻ റളിയല്ലാഹു തആല അൻഹു ഇലാ ഹദ്റത്തി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചാരത്തേക്ക് ഓടുകയാ. മുത്തുനബിയുടെ ചാരത്തേക്ക് ഓടി വന്നിട്ട് മാ അഖത്തു മിൻ അഹബ്ബു ഇലയ്യ, വീടിന്റെ താക്കോല് കൊണ്ടുവന്ന് കൊടുത്തിട്ട് പറയുന്നു, നബിയേ ഏത് വീട് വേണമെങ്കിലും എടുത്തോ നബിയേ, എന്റെ ഏത് വീട് വേണമെങ്കിലും എടുത്തോ, ഫാത്തിമയ്ക്ക് കൊടുക്കാൻ തയ്യാറാ.
ആ സ്വഹാബിയതാ വീടിന്റെ താക്കോല് കൊണ്ട് കൊടുക്കുമ്പോ അള്ളാന്റെ റസൂല് ഓടുകയാണ്. പൊട്ടിക്കരന്നുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ ഫാത്തിമ എന്ന് പറയുന്ന പൊന്നാര മകളുടെ തേടി അള്ളാന്റെ റസൂൽ ഇറങ്ങി ഓടുകയാണ്. ഓടിച്ചെന്നിട്ട് പറഞ്ഞു, ഫാത്തിമ ഇതാ മോളെ വീട്, ഇതാ മോളെ വീട്. അള്ളാഹുവിന്റെ പ്രവാചകം തന്റെ പൊന്നാര മകളുടെ കയ്യിലേക്ക് വീടിന്റെ ചാവി കൊണ്ടുപോയി കൊടുക്കുകയാ. പെങ്ങളെ പഠിക്ക്, ഭർത്താവിന്റെ ജോലി എന്താണ്? ആ മനുഷ്യൻ നീ ചോദിക്കുന്നത് മുഴുവനും വാങ്ങിത്തരാൻ കഴിയുമോ? ഇല്ല, എല്ലാം നീ പഠിക്കണം മോള്. അല്ലാതെ ഒരു വീടിന്റെ അകത്ത് കയറി ചെന്നിട്ട് ഭർത്താവിനെ മാനസികമായി പീഡിപ്പിക്കുകയാണ്, എന്നിട്ട് വീട് വെക്കാൻ പ്രേരിപ്പിക്കുകയാണ്. ഇല്ലെന്ന് പറഞ്ഞാൽ ലോൺ എടുപ്പിക്കുകയാ, പലിശക്കെടുത്തിട്ട് തന്നെ സ്വന്തം വീട് വെക്കാൻ പരിശ്രമിക്കുന്ന പെണ്ണ്. ഈ ഫാത്തിമാനെ കണ്ടുപഠിക്ക്, ഈ ഫാത്തിമ ബീവിയുടെ ജീവിതം കണ്ടുപഠിക്ക്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് വീടിന്റെ താക്കോല് കൊടുത്തു. ആ വീടിന്റെ അകത്താണെങ്കിൽ സുബ്ഹാനല്ലാഹ് വീടല്ലാതെ മറ്റൊരു വസ്തുവില്ല. അങ്ങനെ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ അലിയാർ തങ്ങളും ഹസനും ഹുസൈനും കൂടെ പുതിയ വീടിന്റെ അകത്തേക്ക് താമസം കയറുകയാണ്. മുത്തുനബി വാങ്ങിക്കൊടുത്തത് എന്തെന്നറിയോ? കിടക്കാനൊരു കട്ടില്, വിരിക്കാനൊരു വിരിപ്പ്, ചില പാത്രങ്ങള്, പടച്ചവനെ ഒരു ആട്ടുകല്ല്, അങ്ങനെ കയ്യിലെണ്ണാവുന്ന 6 7 സാധനങ്ങളാണ് മുത്തുനബി വാങ്ങിക്കൊടുത്തത്. പടച്ചവരെ, ഫാത്തിമ ബീവിക്ക് വല്ലാത്ത സന്തോഷമായി, ഫാത്തിമ ബീവിക്ക് വല്ലാത്ത സന്തോഷമായി. പടച്ചവനെ, രണ്ടുപേരും അവിടെയാണ് ജീവിച്ചത്, രണ്ടുപേരും അവിടെയാണ് വർഷങ്ങളോളം ജീവിച്ചത്. എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, അല്ലാഹുവിന്റെ പ്രവാചകന്റെ പൊന്നുമോള് ആ വീടിന്റെ അകത്ത് കിടന്ന് പട്ടിണി കിടന്നിട്ട് വല്ലാത്ത ജോലിയാണ്. ഒരിക്കലല്ലാ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ അലിയാർ തങ്ങളെ കുറ്റപ്പെടുത്തിയില്ല, അലിയാർ തങ്ങളോട് കുറ്റം പറഞ്ഞില്ല, അലിയാർ തങ്ങളുടെ മനസ്സ് വേദനിപ്പിച്ചില്ല. എല്ലാ ഫാത്തിമയ്ക്കറിയോ, എത്ര കഷ്ടപ്പാടാണെങ്കിലും പറയില്ല. ഒരു ദിവസം അലിയാർ തങ്ങളുടെ വീട്ടിലേക്ക് കടന്നു വന്നു. അലിയാർ തങ്ങൾ ഫാത്തിമ ബീവിയുടെ കയ്യിൽ പിടിക്കുമ്പോ അലിയാർ തങ്ങളുടെ കൈ ഇങ്ങനെ രക്തം പറ്റുകയാണ്. ഫാത്തിമ ബീവിയുടെ കയ്യില് സ്നേഹത്തോടെ പിടിച്ചപ്പോ ഫാത്തിമ ബീവിയുടെ കണ്ണ് നിറയുന്നുണ്ട്, അലിയാർ തങ്ങളുടെ കയ്യിൽ നനയുന്നുണ്ട്. അലിയാർ തങ്ങളുടെ കയ്യിൽ നോക്കുമ്പോ സുബ്ഹാനല്ലാഹ് കയ്യിൽ രക്തം പറ്റിയിരിക്കുകയാണ്. അലിയാർ തങ്ങൾ ഫാത്തിമ ബീവിയുടെ കൈ പിടിച്ചു നോക്കി. റബ്ബേ, 2 കൈയും പൊട്ടിയിട്ട് ഇങ്ങനെ രക്തമൊലിച്ചു കൊണ്ടിരിക്കുകയാ. എന്തേ ഫാത്തിമ പറയാത്തത്? നിനക്ക് വയ്യാഞ്ഞിട്ട് എന്തേ പറയാത്തത്? ഫാത്തിമ ബീവി പറഞ്ഞു, നിങ്ങളുടെ മനസ്സ് വേദനിപ്പിക്കണ്ട എന്ന് കരുതിയിട്ട് പറയാത്തതാ. പെണ്ണെ, അങ്ങനെയാകണം മോള്. എന്റെ പ്രിയപ്പെട്ട പെങ്ങളോട് ത്യാഗം സഹിക്കാൻ, കഷ്ടപ്പാട് സഹിക്കാൻ നീ ഖദീജയെ പോലെയാക്, ഈ ഖദീജയെ പോലെയാക്. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ഖദീജ നിനക്ക് ഇല തിന്നാൻ അറിയില്ല, പട്ടിണി കിടക്കാൻ അറിയില്ല, മക്കളെയും കൊണ്ട് വീട്ടിൽ പോകാൻ പറഞ്ഞപ്പോ ഫദാ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, ഇല്ല നബിയേ, പട്ടിണി കിടന്നു മരിച്ചാലും നമുക്ക് ഒരുമിച്ച് മരിക്കാം, ഞാൻ പോകില്ല നബിയേ. അങ്ങനെയാകണം പെണ്ണ്, അങ്ങനെയാകണം പെണ്ണ്. ജീവിതം എന്താണെന്ന് പഠിക്കണം പെണ്ണ്. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ ചരിത്രം വായിച്ചാൽ, ഫാത്തിമ ബീവിയുടെ ചരിത്രം വായിച്ചാൽ നിനക്ക് ജീവിക്കാൻ പഠിക്കാൻ കഴിയും. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ, അല്ലാഹ് ഈമാൻ തരുമാറാകട്ടെ. പടച്ചവനെ ഒന്നും പറയാറില്ല, ഒരു പരാതിയില്ല, അതില്ല ഇതില്ല. രണ്ടുപേരുടെയും കുടുംബജീവിതം. പെണ്ണ് പഠിക്കേണ്ട 3ാമത്തെ പാഠം. ഒരിക്കൽ അലിയാർ തങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ ഫാത്തിമ എന്തോ പറഞ്ഞു. അലിയാർ തങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ ഫാത്തിമ എന്തോ പറഞ്ഞു. പിന്നെ അലിയാർ തങ്ങളും മിണ്ടുന്നില്ല, രണ്ടുപേരും പിണങ്ങി.
എന്തോ ഒന്ന് പറഞ്ഞു, രണ്ടുപേരും പിണങ്ങി. അലിയാര് തങ്ങളും മിണ്ടുന്നില്ല. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ 80 പ്രാവശ്യം മാപ്പ് പറഞ്ഞു എന്ന് ചരിത്രം പഠിപ്പിക്കുകയാണ്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. 80 പ്രാവശ്യം അലിയാര് തങ്ങളുടെ പുറകെ നടന്നിട്ട് പൊരുത്തം ചോദിച്ചു ഫാത്തിമ. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, പെണ്ണെ, നീ പഠിക്കേണ്ട ഒരു പാഠമുണ്ട്. നിനക്ക് വാശി, നിങ്ങളല്ലേ ചെയ്ത്, അങ്ങാരി മിണ്ടട്ടെ. ഭാര്യയും ഭർത്താവും തമ്മിൽ പിണങ്ങിക്കഴിഞ്ഞാൽ ആരുടെ ഭാഗത്താണ് തെറ്റ് നീ നോക്കരുത്. നിന്റെ കയ്യിൽ ഒരു തെറ്റുമില്ല, നിന്റെ ഭർത്താവിന്റെ കയ്യിലാ തെറ്റ് എന്ന് കരുതുക. ഇന്നത്തെ പെണ്ണുങ്ങൾ പറയും, അങ്ങാരി മിണ്ടട്ടെ, ഇച്ച മിണ്ടട്ടെ, എന്റെ അങ്ങാർക്ക് മാത്രമേ വാശിയുള്ളൂ, എനിക്കും വാശിയുണ്ട്. എന്നാ നീ പഠിച്ചോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നീ താഴ്ന്നു കൊടുക്കണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എന്താ ഇഷ്ടപ്പെട്ടില്ല നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, പെണ്ണെ, നീ ഒന്ന് താഴ്ന്നു കൊടുക്കണം. നീ നിന്റെ ഭർത്താവിന്റെ മുന്നിൽ പോകണം. അദ്ദേഹം മിണ്ടുന്നത് വരെ നീ പട്ടിണി കിടക്കണം. ഭർത്താവിനോട് പറയണച്ചാ, നിങ്ങൾ മിണ്ടുന്നത് വരെ ഞാൻ ഇനി ഭക്ഷണം കഴിക്കൂല, ഞാൻ വെള്ളം കുടിക്കൂല. എന്റെ പെങ്ങളെ, ഭർത്താവിന്റെ പിണക്കം മാറ്റിയ അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഭർത്താവും ഭാര്യയും പിണങ്ങി, ഭർത്താവും ഭാര്യയും പിണങ്ങി. ആ പിണങ്ങിക്കിടക്കുന്ന ഭർത്താവിന്റെ പിണക്കം മാറ്റുന്ന പെണ്ണിന് അള്ളാഹു തരുന്ന പ്രതിഫലം ഞാൻ പറഞ്ഞു തരാം. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ, അള്ളാഹ് ഈമാൻ തരുമാറാകട്ടെ. എന്താ പ്രതിഫലം? നിനക്കും വാശി ഇല്ലേ? ഓള് മിണ്ടട്ടെ, ഓള് കാല് പിടിക്കട്ടെ, ഓള് തലയെ പിടിക്കട്ടെ. അങ്ങനല്ല ചങ്ങാതി. ഭാര്യയും ഭർത്താവും പിണങ്ങിക്കഴിഞ്ഞാൽ, ഭാര്യയും ഭർത്താവും പിണങ്ങിക്കഴിഞ്ഞാൽ തെറ്റാരുടെ ഭാഗത്താണോ? ഇവിടെ അങ്ങനെ തെറ്റാ. മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രമുണ്ട്. അയ്യൂബ് നബിയുടെ ചരിത്രം വായിച്ചു നോക്ക്. അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ ഭാര്യ റഹ്മത്ത് ബീവി റളിയല്ലാഹു തആല അൻഹ, ഇബ്ലീസ് വന്നിട്ട് പറഞ്ഞു കൊടുത്തു, നിങ്ങളുടെ ഭാര്യ മോശമാ, നിങ്ങളുടെ ഭാര്യ വ്യഭിചാരത്തിന് പിടിച്ചിട്ട് മുടി മുറിച്ചു കഴിച്ചൊരു ചരിത്രം പറയുന്നുണ്ട്. അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ മനസ്സിന്റെ ഉള്ളിൽ ഒരു ചെറിയ ഒരു തെറ്റിദ്ധാരണ വന്നു. അയ്യൂബ് നബിയുടെ മനസ്സിൽ ഒരു ചെറിയ തെറ്റിദ്ധാരണ വന്നു. പക്ഷെ അത് തെറ്റിദ്ധാരണയാണെന്ന് മനസ്സിലായപ്പോ ഭാര്യയോട് പോലും മാപ്പ് ചോദിച്ചു എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അതുകൊണ്ട് നിന്റെ കയ്യിലാണ് തെറ്റെങ്കിൽ നീ തന്നെ ഭാര്യയുടെ പിണക്കം മാറ്റണം. ഒരു ഭാര്യയും ഭർത്താവും പിണങ്ങി ആരാണോ ആദ്യം ചെന്ന് സലാം പറയുന്നത്, അള്ളാഹു അവർക്കൊരു പ്രതിഫലം കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കപ്പറ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനല്ലാഹ്. സമയം 12 മണിയായില്ലേ? ഞാൻ എത്രയും മമ്മൂച്ച വണ്ടി എത്ര മണിക്ക് ഇപ്പൊ വിട്ട 1:15 മംഗലാപുരത്തെത്തും. കണ്ണൂർ കൊണ്ട് വിടുവല്ലോ ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്. ഞാൻ നിർത്തുകയാ, ഒരു ചരിത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. എല്ലാരും ഒന്ന് പോക്കറ്റി കൈയിട്ടെ, ഒന്ന് പോക്കറ്റി കൈയിട്, ഒന്ന് ഇടറോ, ചുമ്മാ ഒന്ന് പോക്കറ്റി കൈയിട്. ഈ ബക്കറ്റ് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നു. നിങ്ങൾ ആരെങ്കിലും മനസ്സറിഞ്ഞുകൊണ്ട് ഇതിനകത്തൊരു സദക്കയിട്ട നേട്ടം നിങ്ങൾക്ക്, അവർക്കല്ല. ക്യാൻസർ എന്ന് പറയുന്ന രോഗം പിടിച്ചു, എല്ലാ ഹോസ്പിറ്റലിലും കൊണ്ടുപോയിട്ട് ഡോക്ടർ പറഞ്ഞു വീട്ടിൽ കൊണ്ടുപോക്കോളാൻ. ആ സമയത്ത് 1001 രൂപ എടുത്ത് പേപ്പറിൽ പൊതിഞ്ഞിട്ട് എഴുതുക, ക്യാൻസർ രോഗം മാറാൻ വേണ്ടി ദുആ ചെയ്യാൻ. അപ്പോഴാ കൊടുക്കണ്ടേ? അല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ഇപ്പൊ കൊടുക്ക്. നിനക്ക് അങ്ങനെ ഒരു ഗതി വരില്ല. നിനക്ക് അള്ളാഹു അങ്ങനെ ഒരു ഗതി വരുത്തില്ല. എല്ലാവരും മനസ്സറിഞ്ഞുകൊണ്ടൊരു നല്ല സദഖയെടുക്ക്. എന്നിട്ട് അള്ളാഹുവിനോട് പറയണം, പടച്ചറപ്പേ, അല്ലാഹുവേ, അസ്സദഖത്തു റത്തുൽ ബലാ, സദഖ വിപത്തുകളെ തട്ടിമാറ്റുമെന്നാണ്. പടച്ചവനെ, ക്യാൻസർ എന്ന് പറയുന്ന രോഗത്തിന്റെ ഏതെങ്കിലും ഒരു അണുക്കള് എന്റെ ശരീരത്തിലുണ്ടെങ്കിൽ ഈ സദഖയുടെ ബർക്കത്ത് കൊണ്ട് കരിച്ചു കളയണേ അല്ലാ. അല്ലാഹുവേ, ട്യൂമറുണ്ടോ പടച്ചവനെ? കിഡ്നിയുടെ പ്രവർത്തനങ്ങൾ തകർന്നുകൊണ്ടിരിക്കുകയാണോ പടച്ചവനെ? എല്ലാ മുസീബത്തുകളും മാറ്റിത്തരണേ തമ്പുരാന്, എല്ലാ ശർറും മാറ്റിത്തരണേ തമ്പുരാന് എന്ന ഒരു നല്ല നീയത്തോടെ എല്ലാവരും ഒരു സദഖ എടുത്തിട്ട് കൊടുക്ക്. എന്റെ പ്രിയപ്പെട്ടവരെ, എന്റെ പ്രിയപ്പെട്ടവരെ, എല്ലാവരും ഒരു നല്ല സദഖ എടുത്തിട്ട് കൊടുക്ക്. പരിശുദ്ധമായ റജബ് മാസമാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ അല്ലാഹു
അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ. ബർക്കത്ത് ചോദിക്കാൻ പറഞ്ഞ മാസമാ, ബർക്കത്തിന് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞ മാസമാണ്. കൊടുക്ക ചെറുപ്പക്കാരാ, കൊടുക്കു വാപ്പാ, അല്ലാഹു നിനക്ക് വല്ലാവിധ ഖൈർ ബർക്കത്തും നൽകും. എല്ലാവരും മനസ്സറിഞ്ഞുകൊണ്ടൊരു സദഖ കൊടുക്കൂ. അല്ലാഹുവേ ഈ സദഖ നീ സ്വീകരിക്കണേ അല്ലാഹ്. ആരെല്ലാം മനസ്സറിഞ്ഞുകൊണ്ടൊരു സദഖ കൊടുക്കുന്നോ കരുണക്കടലായ അല്ലാഹ് ഇവരുടെ ജീവിതത്തിൽ എല്ലാവിധ ഐശ്വര്യവും നൽകണേ അല്ലാഹ്. ഏതെങ്കിലും മാരകമായ രോഗത്തിന്റെ അണുക്കൾ ഇവരുടെ ശരീരത്തിലുണ്ടെങ്കിൽ ഈ സദഖയുടെ ബർക്കത്ത് കൊണ്ട് കരിച്ച് കളയണേ അല്ലാഹ്. ഇവരുടെ കുടുംബങ്ങൾക്ക് നിന്റെ കാവല് നൽകണേ അല്ലാഹ്. സ്വീകരിക്കുമാറാകട്ടെ. എല്ലാവരും മനസ്സറിഞ്ഞിട്ടൊരു സദഖ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, ഒരു ചരിത്രം പറഞ്ഞ് നമുക്ക് അല്ലാഹുവിന്റെ മുന്നിൽ ദുആ ചെയ്യാം. 25 ഖത്തം ഓതി വെച്ചിരിക്കുക ഇന്ന് ദുആ ചെയ്യാൻ. ഒരു വാട്സപ്പിലൂടെ 25 ഖത്തം ഓതിയിട്ട് സഹോദരിമാർ ഓതിയിട്ട് ഉസ്താദെ ഇന്ന് ഈ സദസ്സിൽ വെച്ച് ദുആ ചെയ്യണമെന്ന് പറഞ്ഞു നിർത്തിയിരിക്കുക. 25 ഖത്തത്തിന്റെ ദുആ ചെയ്ത് നമുക്ക് പിരിയാം. അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. 3 സ്വലാത്ത് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി وسلم اللهم صل على محمد يا رب صل عليه وسلم. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരിമാരെ, ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട പൊന്നുമോള്, എന്റെ പ്രിയപ്പെട്ടവരെ അലിയാര് തങ്ങളുമായി കുടുംബജീവിതം നയിച്ചു. അടിയുമില്ല, വഴക്കുമില്ല, ബഹളങ്ങളുമില്ല, കുറ്റപ്പെടുത്തലുമില്ല, പരിഹാസവുമില്ല. അവര് രണ്ടുപേരും സന്തോഷത്തോടെ ജീവിച്ചു. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയ്ക്ക് 29 വയസ്സായി. ഫാത്തിമ ബീവി എത്ര കൊല്ലം ജീവിച്ചു? നിന്നെ പോലെ 50 വർഷം ജീവിച്ചില്ല, 40 വർഷം ജീവിച്ചില്ല. അള്ളാഹുവിന്റെ റസൂലിന്റെ പൊന്നുമോള് 29 വയസ്സുവരെ ജീവിച്ചുള്ളൂ. ആ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ ചരിത്രം നിങ്ങൾ പഠിക്കണം. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ അലിയാര് തങ്ങളുമായി വളരെ സന്തോഷത്തോടു കൂടി ജീവിക്കുമ്പോഴാണ് അള്ളാഹുവിന്റെ റസൂലിന് സുഖമില്ലാതായത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് രോഗം പിടിച്ചു. പ്രവാചകന് രോഗം പിടിച്ചു വല്ലാത്ത പ്രയാസത്തിൽ കിടക്കുമ്പോ അലിയാര് തങ്ങളുടെ കയ്യിൽ പിടിച്ചിട്ട് ചോദിച്ചു, ഞാൻ എൻ്റെ ഉപ്പാടെ വീട്ടിൽ പോട്ടെ, ഞാൻ എൻ്റെ ഉപ്പാടെ വീട്ടിൽ പോട്ടെ, എൻ്റെ ഉപ്പ രോഗിയായി കിടക്കുകയാ, എൻ്റെ ഉപ്പാനെ എനിക്ക് ചികിത്സിക്കണം, എൻ്റെ ഉപ്പായ്ക്ക് പോയി ഖിദ്മത്ത് ചെയ്യണം. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ ഭർത്താവിനോട് അനുവാദം ചോദിച്ചിട്ട് രോഗിയായി കിടക്കുന്ന വാപ്പാടെ ചാരത്ത് പോയി. നീ നിന്നെക്കുറിച്ച് ചിന്തിക്ക്. നിന്നെ ഇത്രയും കാലം പോറ്റി വളർത്തി, നല്ലതുപോലെ കഷ്ടപ്പെട്ട് നിനക്കൊരു വിവാഹ ജീവിതം ഉണ്ടാക്കി തന്ന നിന്റെ വാപ്പ രോഗം പിടിച്ച് കിടക്കുന്നു, ഉമ്മ രോഗം പിടിച്ച് കിടക്കുന്നു. അവരെ ഒന്ന് നോക്കാൻ വേണ്ടി നീ വിളിച്ച, നിന്നെ വിളിച്ച നീ പറയും മക്കൾക്ക് ട്യൂഷൻ ഉണ്ട്, മക്കൾക്ക് മദ്രസയിൽ പോകണം, മക്കൾക്ക് സ്കൂളിൽ പോകണം. നീ പോകാറുണ്ടോ? വാപ്പ രോഗം പിടിച്ച് കിടന്നപ്പോ എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരെ, വാപ്പായിക്ക് ഏറ്റവും ഇഷ്ടം നിന്നോടാ. എന്റെ പ്രിയപ്പെട്ടവര് മനസ്സിലാക്കണം, പെൺകുട്ടികൾക്ക് വാപ്പാനെ വല്ലാത്ത ഇഷ്ടമാ, വാപ്പമാരെ വല്ലാത്ത ഇഷ്ടമാ. അള്ളാഹുവിന്റെ റസൂല് സുഖമില്ലാതെ കിടന്നപ്പോ ഫാത്തിമ പോയിട്ട് ഭർത്താവിനോട് ചോദിച്ചു, ഞാൻ പൊക്കോട്ടെ, എന്റെ ഉപ്പാനെ എനിക്ക് നോക്കണം, എന്റെ ഉപ്പാനെ എനിക്ക് നോക്കണം. എന്റെ പ്രിയമുള്ളവരെ, ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്ത് വന്നു. പ്രവാചകന് വെള്ളമെടുത്തു കൊടുത്തു, കൈകാലുകൾ നെക്കിക്കൊടുത്തു. അള്ളാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രോഗം പിടിച്ചിട്ട് വല്ലാത്തൊരവസ്ഥയിൽ പ്രവാചകന് രോഗം കൂടിയിട്ട് ഇങ്ങനെ കിടക്കുമ്പോ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ അള്ളാഹുവിന്റെ പ്രവാചകന്റെ കൈകാലുകൾ ഇങ്ങനെ നെക്കിക്കൊടുക്കുമ്പോ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഫാത്തിമ, മോളെ ഫാത്തിമ, വാപ്പ ഒരു കാര്യം പറയാം, എന്റെ പൊന്നുമോള് വിഷമിക്കരുത്, എന്റെ പൊന്നുമോള് വിഷമിക്കരുത്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫാത്തിമ എന്ന് പറയുന്ന പൊന്നുമകളോട് പറഞ്ഞു, മോളെ, വാപ്പയുടെ മരണം അടുത്തു, ഉപ്പാന്റെ മരണമെടുത്തു. ചില അടയാളങ്ങളൊക്കെ ഞാൻ കണ്ടു ഫാത്തിമ. എല്ലാ വർഷവും റമളാനിന് ഒരു പ്രാവശ്യം ജിബ്രീൽ അലൈഹിസ്സലാമിന് ഖുർആൻ മുഴുവനും ഓതി കേൾപ്പിക്കണം. പക്ഷെ ഈ പ്രാവശ്യം 2 പ്രാവശ്യം വാപ്പ ഓതി കേൾപ്പിച്ചു.
റമളാൻ മാസത്തിൽ 2 ഖത്തം ഞാൻ തീർത്തു. എന്റെ മരണമെടുത്തു. അതിന്റെ അടയാളങ്ങളൊക്കെ ഞാൻ കണ്ടു. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പൊന്നാര മകളോട് പറഞ്ഞപ്പോ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ കയ്യിൽ പിടിച്ചിട്ട് ചോദിച്ചു, വാപ്പാ എനിക്കിനി ആരാ ഉള്ളേ? അള്ളാന്റെ റസൂലിന്റെ പൊന്നുമോള് പ്രവാചകൻ പറഞ്ഞു, മോളെ എന്റെ മരണമെടുത്തു എന്ന് ചോദിച്ചപ്പോ ഫാത്തിമ എന്ന് പറയുന്ന പൊന്നുമോൾ ഉപ്പാനോട് ചോദിക്ക, ഉപ്പാ എന്റെ ഉമ്മ പോയി, എന്റെ ഉമ്മ എന്റെ ചെറുപ്പത്തിലേ പോയി, എന്റെ താത്താമാര് പോയി, എന്റെ അനുജന്മാര് പോയി. ഉപ്പാ ഇനി നിങ്ങളും കൂടെ പോയാ ഇനി എനിക്ക് ആരുണ്ട്? ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ മക്കളുള്ള അലിയാര് തങ്ങളുള്ള ഫാത്തിമ ബീവിക്ക് മക്കളുണ്ട്. ഫാത്തിമ ബീവിക്ക് മക്കളുണ്ട്. അലിയാര് തങ്ങൾ എന്ന ഭർത്താവുണ്ട്. എന്നിട്ടും ഫാത്തിമ എന്ന് പറയുന്ന പൊന്നുമോള്, കെട്ടിച്ചു വിട്ട പൊന്നുമോള് വാപ്പ മരിക്കാൻ പോകുകയാ എന്ന് പറഞ്ഞപ്പോ ചോദിച്ചു, ഉപ്പ എന്റെ ഉമ്മ പോയി, എന്റെ സഹോദരങ്ങളും സഹോദരിമാരും കരയണ്ട, മോള് കരയണ്ട, എന്റെ പൊന്നുമോള് കരയണ്ട, ഉപ്പ പോയാ തൊട്ടു പുറകില് നീയുണ്ട് മോളെ. അള്ളാന്റെ റസൂല് ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയോട് പറഞ്ഞു കൊടുത്തു, മോളെ ഉപ്പ പോയാ തൊട്ടു പുറകില് നീയുണ്ട്. എന്റെ കുടുംബത്തിൽ നിന്ന് ആദ്യം മരിക്കുന്നത് നീയാ ഫാത്തിമ. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ ചരിത്രം പറയാ, ചിരിച്ചുകൊണ്ട് കെട്ടിപ്പിടിച്ചു മുത്തം കൊടുത്തത്. 29 വയസ്സേ ഉള്ളൂ പെണ്ണെ. 29 വയസ്സുള്ള 5 മക്കളുടെ ഉമ്മയായ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ ഭർത്താവുണ്ട്, മക്കളുണ്ട്, എല്ലാരും ഉണ്ട്. നിനക്ക് 50-60 വായി, നിനക്ക് ഇപ്പോഴും പേടി. 29 വയസ്സുള്ള ഫാത്തിമ എന്ന് പറയുന്ന പൊന്നുമോളോട് പറഞ്ഞു, ഈ കൊല്ലം തന്നെ നീ മരിക്കും ഫാത്തിമ, ഈ വർഷം തന്നെ നീ മരിക്കുമെന്ന് പറഞ്ഞപ്പോ ഫാത്തിമ ബീബി കെട്ടിപ്പിടിച്ചിട്ട് ഉപ്പാന് ചുംബനം കൊടുക്ക. എന്റെ ഉപ്പയില്ലാത്ത ദുനിയാവ് എനിക്ക് വേണ്ട. അതാ സ്നേഹം, അതാ സ്നേഹം. ഫാത്തിമ പറയും, എന്റെ വാപ്പ ഇല്ലെങ്കിൽ എനിക്കിനി വേണ്ട, എന്റെ ഉപ്പയില്ലാത്ത ദുനിയാവ് എനിക്ക് വേണ്ട. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ പൊട്ടിക്കരഞ്ഞ. അവിടുന്ന് പടച്ചവനെ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ ചോദിച്ചു, നീ എന്തിനാ ഫാത്തിമ ചിരിച്ചേ? ഞാൻ പറയൂല, എന്റെ ഉപ്പ പറഞ്ഞ രഹസ്യമാ, എന്റെ ഉപ്പ പറഞ്ഞ രഹസ്യമാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ഇന്ന് ഫെബ്രുവരി 29 വയസ്സുള്ള ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ, നീ പഠിക്കണം ഫാത്തിമയെ കുറിച്ച്. 29 കൊല്ലമേ ജീവിച്ചുള്ളൂ പെണ്ണെ. ആ പെണ്ണാ നാളെ സ്വർഗത്തിൽ നിന്റെ മുന്നിൽ നിൽക്കുന്നത്. ആ ഫാത്തിമ ബീവിയുടെ പുറകിൽ നിന്നാ നീ സ്വർഗത്തിൽ പോകേണ്ടത്. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ അവസാനം പടച്ചവനെ സക്കറാത്തിന്റെ അവസ്ഥയിൽ 29ാമത്തെ വയസ്സിൽ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ നീ പഠിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായി, മുത്തുനബി വഫാത്തായി. ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് ചരിത്രം അറിയാം. റസൂലുള്ളാഹി തങ്ങളുടെ വഫാത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഫാത്തിമയെ കൊണ്ട് സഹിക്കാൻ കഴിയാത്തതാ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായി. അവിടെ മയ്യത്ത് കൊണ്ടുപോയി, അവിടത്തെ മയ്യത്ത് കൊണ്ടുപോയി കബറടക്കിയിട്ട് തിരിച്ചു വന്നപ്പോ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ അനസ് റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിച്ചു, അനസ് നിനക്ക് എങ്ങനെ തോന്നി എന്റെ ഉപ്പാടെ നെഞ്ചത്ത് മണ്ണ് വാരിയിടാൻ? 10 കൊല്ലം ഖാദിമായി ജീവിച്ചിരുന്ന അനസ് റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിച്ചു, നിനക്ക് എങ്ങനെ പറ്റി അള്ളാഹുവിന്റെ റസൂലിന്റെ നെഞ്ചിൽ മണ്ണ് വാരിയിടാൻ നിനക്ക് എങ്ങനെ തോന്നി അനസേ? എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, അലിയാര് തങ്ങൾ പറയുകയാ, അള്ളാഹുവിന്റെ പ്രവാചകൻ വഫാത്തായപ്പോ എനിക്ക് 2 നഷ്ടമാ ഉണ്ടായേ. നിനക്കൊക്കെ നിന്റെ മാതാപിതാക്കളോട് എത്ര സ്നേഹമുണ്ടോ സഹോദരി? അലിയാര് തങ്ങൾ പറയാ, മുത്തുനബി വഫാത്തായപ്പോ എനിക്ക് 2 നഷ്ടമാ ഉണ്ടായേ. ഒന്ന്, മുത്തുനബി വഫാത്തായതെന്ന് പറയുന്ന നഷ്ടം. അള്ളാഹുവിന്റെ പ്രവാചകൻ വഫാത്തായപ്പോ മുത്തുനബി മരണപ്പെട്ടതിന്റെ ദുഃഖം എനിക്കുണ്ടായി. 2ാമത്തെ നഷ്ടം എന്തെന്നറിയോ? എന്റെ ഫാത്തിമ പോയി. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും വഫാത്തായതിനു ശേഷം മരിക്കുന്ന ദിവസം വരെ ഫാത്തിമ ചിരിച്ചിട്ടില്ല. നിങ്ങൾ ചരിത്രം എടുത്തു നോക്ക്. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ ചരിത്രം എടുത്തു നോക്ക്. അലിയാര് തങ്ങൾ പറയുന്നുണ്ട്, മാ റഅയ്തുഹാ ഫാത്തിമ, ഞാൻ കണ്ടിട്ടില്ല ഫാത്തിമ ബീബി റസൂലുള്ളാഹി തങ്ങൾ വഫാത്തായതിനു ശേഷം മരിക്കുന്ന ദിവസം വരെ ചിരിച്ചിട്ടില്ല.
ഞാൻ ഒരുപാട് തമാശകൾ പറഞ്ഞു നോക്കി. എന്റെ ഫാത്തിമാനെ ഒന്ന് ചിരിപ്പിക്കാൻ ഞാൻ ഒരുപാട് തമാശകൾ പറഞ്ഞു നോക്കി. എന്റെ മക്കള് കളിപ്പിച്ചു നോക്കി. പക്ഷേ ഫാത്തിമ മരിക്കുന്നത് വരെ ചിരിച്ചിട്ടില്ല എന്ന് മഹാനായ സയ്യിദുന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു എപ്പോഴും കരച്ചല. ഉപ്പാനെ കുറിച്ച് പറഞ്ഞിട്ട് എപ്പോഴും ഫാത്തിമ കരച്ചല. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, അവസാനം ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ 29 വയസ്സ് തികയാറായി, അവിടെ നിന്ന് കഴിയാറായി. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ ഒരു ദിവസം കുളിച്ചൊരുങ്ങി തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് വീട്ടിലേക്ക് കയറി വന്നു. കഴിക്കാൻ ഭക്ഷണമൊക്കെ കൊടുത്തു. എന്നിട്ട് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ മടിത്തട്ടിൽ തലവെച്ചിട്ട് അലിയാര് തങ്ങളുടെ മടിയിൽ കിടന്നിട്ട് ഫാത്തിമ ബീബി പറഞ്ഞു, അലിയെ ഞാൻ പോകുകയാ, എന്റെ മരണമെടുത്തു അലിയെ, ഞാൻ പോകുകയാ അലിയെ, എന്റെ മക്കളെ നിങ്ങൾ നോക്കിക്കൊള്ളണം. എന്റെ ഹസനും ഹുസൈനെയും അള്ളാഹുവിന്റെ പ്രവാചകൻ ഖദീജ ബീബി കയ്യിൽ പിടിച്ചിട്ട് ഫാത്തിമ ബീബിയെ കൊടുത്തിട്ട് എന്തു പറഞ്ഞോ അതുപോലെ തന്നെ 29 വയസ്സുള്ള ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ ഹസനും ഹുസൈൻ എന്ന തന്റെ പൊന്നാര മക്കളെ അലിയാര് തങ്ങളുടെ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു, എന്റെ മക്കളെ പൊന്നുപോലെ നോക്കണം, എന്റെ പൊന്നുമക്കളെ വേദനിപ്പിക്കരുത്, എന്റെ പൊന്നുമക്കൾക്ക് ഒന്നിനും കുറവ് വരുത്തരുത്, നിങ്ങൾ അവരെ സ്നേഹിക്കണം. തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ കയ്യിൽ പിടിച്ചു കൊടുത്തു. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ അവിടെ നിന്ന് യാത്ര പറയുമ്പോ അലിയാര് തങ്ങൾ കരയുകയാ. ഫാത്തിമ ബീവിയുടെ വാ പൊത്തിപ്പിടിച്ചിട്ട് അലിയാര് തങ്ങൾ ചോദിച്ചു, ഫാത്തിമ നീ എന്നോട് യാത്ര ചോദിക്കുന്നു, നീ എന്നെ വിട്ടിട്ട് പോകുകയാണോ? എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ മരിക്കുമ്പോഴും ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞത് എന്തെന്നറിയോ? അലിയെ, ഞാൻ മരിച്ച എന്റെ മയ്യത്ത് പകല് കബറടക്കരുത്, രാത്രിയിലെ കബറടക്കാവൂ. എന്റെ ജനാസ പകല് കബറടക്കരുത്, രാത്രിയിലെ കൊണ്ടുപോയി കബറടക്കാവൂ. എന്തേ ഫാത്തിമ നീ അങ്ങനെ പറഞ്ഞേ? എന്താ പകല് കബറടക്കിയാൽ എന്താ? പൂച്ചക്കാടിന്റെ പരിസരത്തുള്ള പെങ്ങളെ അള്ളാഹുവിന്റെ പ്രവാചകന്റെ പൊന്നുമോള് പറഞ്ഞത് എന്തെന്നറിയോ? എന്നെ പകലാണ് കബറടക്കുന്നതെങ്കിൽ 3 കഷ്ടം വെള്ള തുണിയിൽ പൊതിഞ്ഞിട്ട് എന്റെ ജനാസ ഇങ്ങനെ കൊണ്ടുപോകുമ്പോ മയ്യത്ത് പൊതിയുന്നതും മയ്യത്ത് ചുമക്കുന്നതും മയ്യത്ത് കബറിൽ ഇറക്കി വെക്കുന്നതും അന്യ പുരുഷന്മാരാ. അവനെന്റെ ശരീരം കാണില്ലേ ഫാത്തി അലിയെ? എന്റെ ശരീരം 3 കഷ്ടം വെള്ള തുണിയിൽ പൊതിഞ്ഞിട്ട് എന്റെ മയ്യത്ത് ഇങ്ങനെ കൊണ്ടുപോകുമ്പോ കബറിൽ ഇറക്കുമ്പോ അന്യ പുരുഷന്മാര് എന്റെ ശരീരത്തിന്റെ വടിവ് കാണും. എനിക്കതിഷ്ടമല്ല. നീയോ ഇത്ത എന്റെ പൂച്ചക്കാടുള്ള പെങ്ങളെ നീ എന്ത് ചെയ്യും? കാസർഗോഡോ കാഞ്ഞങ്ങാടോ പോയി ഒരു ഫർദ വാങ്ങും. എന്നിട്ട് കടയിൽ നിന്ന് വേടിച്ച് ഫർദ വീട്ടിൽ കൊണ്ടുവന്നിട്ട് തയ്യക്കാരന്റെ കയ്യിൽ കൊടുത്തിട്ട് നീ പറയും, ഒന്ന് ടൈറ്റ് ആക്കി തരാൻ. നീ ചിന്തിക്ക്, നീ ആ കടയിൽ നിന്ന് ഇട്ട് നിനക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫർദ വാങ്ങി ഇട്ട് വീട്ടിൽ കൊണ്ടുവന്നിട്ട് തയ്ക്കാൻ അറിയുന്നവളാണെങ്കിൽ സ്വന്തം ആ ഫർദ എത്ര ടൈറ്റ് ആക്കാൻ പറ്റുമോ അത്രയും നീ ടൈറ്റ് ആക്കും. എന്തിന്? നാട്ടുകാര് നിന്റെ ശരീരം കാണാൻ. നീ വെളിയിലിറങ്ങി നടക്കുമ്പോ നിന്റെ ശരീരത്തിന്റെ വടിവുകളും മസിലുകളും അന്യ പുരുഷന്മാര് കാണാൻ വേണ്ടി ആ വസ്ത്രം പോലും നീ ഇങ്ങനാക്കും. എങ്കിലും ഫാത്തിമ എന്ന് പറയുന്ന പെണ്ണു പറയാ, എന്റെ മയ്യത്ത് പോലും പകല് കബറടക്കിയ നാട്ടുകാര് കാണും, കാണിക്കരുത്, എന്നെ രാത്രിയിലെ കബറടക്കാവൂ. ആ ഫാത്തിമയുടെ പുറകിൽ നിന്ന ഉമ്മ നീ സ്വർഗത്തിൽ പോണ്ടേ. ആ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ പുറകിൽ നിന്ന് പോകാൻ നിനക്ക് എന്ത് യോഗ്യതയുമ്മ? എന്റെ ഉമ്മ നീ ഇങ്ങനെ ആയിപ്പോയ? പ്രായമായില്ലേ ഉമ്മ? മുടി നരച്ചില്ലേ ഉമ്മ? ഒരുപാട് രോഗമില്ലേ ഉമ്മ? എന്റെ ഉമ്മ നന്നാകാത്ത ഈ പ്രായത്തിൽ ഇനി എന്ന് നന്നാകാനാ? ഇനി എപ്പോഴാ നമ്മൾ നന്നാകാ? പ്രായം കുറേയായി 40 വയസ്സ് കഴിഞ്ഞവന് ചെയ്യുന്ന ശിക്ഷയ്ക്ക്, ചെയ്യുന്ന തെറ്റിന് ഇരട്ടിയാ ശിക്ഷ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉമ്മമാരോട് എന്റെ ഉമ്മ ഇന്നത്തെ പെണ്ണുങ്ങളുടെ വസ്ത്രധാരണയും നടത്തവും സ്വഭാവവും എന്റെ ഉമ്മ എത്ര കൊണ്ടിട്ടും കണ്ടിട്ടും പഠിക്കാത്ത എന്റെ ഉമ്മ. എന്റെ ഉമ്മ ഇത്ര അഹങ്കാരം നിനക്ക്? 18, 20, 25, 30 വയസ്സുള്ള ഒരു പെണ്ണ് കാണിച്ചാ പറയാം അവൾക്ക് പക്വത എത്തിയില്ലേ ഉപ്പ, ഇനി നിനക്കെന്നാ പക്വത എത്താ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ചിന്തിക്ക്. നിങ്ങൾ നന്നാകേണ്ട സമയം ഒരുപാട് അതിക്രമിച്ചു കഴിഞ്ഞു. ഇനി എന്നത്തേക്ക് മാറ്റിവെച്ചിരിക്കാം. ഉമ്മമാരെപ്പോഴും പറയും പ്രസവത്തിന് മരണവേദനയാണെന്ന്. ഉമ്മാ, ഈ മരണവേദന അനുഭവിച്ച നീയാണോ ഉമ്മ ഈ കാണിക്കണേ? ഞങ്ങൾക്ക് ആർക്കും പ്രസവ വേദന അറിയില്ല, ഞങ്ങൾ അനുഭവിച്ചിട്ടില്ല. പക്ഷെ അനുഭവിച്ച നിനക്ക് എങ്ങനെ കഴിയുന്നു?
പ്രസവത്തിന് മരണവേദനയാണെന്ന് 1, 2, 3 പ്രാവശ്യം ഈ മരണവേദന അനുഭവിച്ച നീ എന്തേ ഉമ്മ നന്നാകത്ത? ഇങ്ങനെ ആയിപ്പോയെ. നിനക്ക് തലമറയ്ക്കാൻ മടി. കല്യാണ വീടുകളിലെത്തിയ വയലിന് വരുമ്പോ ഫറദ കല്യാണ വീടെത്തിയ നിന്റെ കോലം നീ ചിന്തിച്ചിട്ടുണ്ടോ? ആണുങ്ങളുടെ മുന്നിലൂടെ നടക്കുന്ന രംഗങ്ങളെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? മരിച്ചവസാനം ഈ പള്ളിപ്പറമ്പിൽ വന്ന് കിടക്കുമ്പോൾ നിന്റെ ഗതി എന്താകുമെന്ന് നീ ആലോചിച്ചിട്ടുണ്ടോ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, തലയുടെ ഒരു മുടി, നിങ്ങളുടെ തലയിൽ കാണുന്ന ഒരു മുടി വെളിയിൽ കാണിച്ച നാളെ അള്ളാഹുവിന്റെ മലക്കുകൾ നരകത്തിന്റെ തൊപ്പി നിന്റെ തലയിൽ വെക്കുന്ന. ഒരു മുടി വെളിയിൽ കാണിക്കുന്ന പെണ്ണ്, അവളെ തലയിലേക്ക് നരകത്തിന്റെ മലക്കുകൾ തൊപ്പി കൊണ്ടുവെക്കുമെങ്കിൽ ഉരുകി ഒലിച്ചു പോകുമ്പോ ഒരു മുടി കാണിച്ചതിന്റെ പേരിൽ ഉമ്മ നിന്റെ സംസാരം ഔറത്താ ഉമ്മ. അതുകൊണ്ടാ പറഞ്ഞത് നീ അന്യപുരുഷനോട് സലാം പറയാൻ പാടില്ല. ഒരു പെണ്ണ് അന്യപുരുഷനോട് സലാം പറയാൻ പാടില്ല എന്ന് പറയാനുള്ള കാരണം നിന്റെ ശബ്ദം ഔറത്തായത് കൊണ്ടാ. പക്ഷെ ഇന്നത്തെ നമ്മുടെ സഹോദരിമാർ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ മയ്യത്ത് കൊണ്ടുപോകുന്ന സമയത്ത് പോലും 3 കഷ്ടം വെള്ള തുണിയിൽ പൊതിഞ്ഞ് കെട്ടിക്കൊണ്ടു പോകുമ്പോ എന്റെ ശരീരത്തിന്റെ വടിവ് മറ്റുള്ളവർ കാണാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് എന്നെ അങ്ങനെ കബറടക്കരുത്, എന്നെ രാത്രിയിലെ അടക്കാവൂ എന്ന് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനോട് മഹദിയായ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു കൊടുക്കുമ്പോ തന്റെ പൊന്നാര മക്കളെ കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുത്തു, എല്ലാവരോടും യാത്ര പറഞ്ഞു. അവസാനം ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ കഫൻ തുണിയും കയ്യിലെടുത്തു വെച്ചു. അല്ലാഹുവിന്റെ പ്രവാചകന്റെ പൊന്നുമോള് 29ാമത്തെ വയസ്സിൽ നിസ്കരിച്ചു, ഒളുവെടുത്തു. പഠിക്കണം പെങ്ങളെ, അതിനാ മരണം എന്ന് പറയുന്നേ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ പൊന്നുമോള്, നീ ചിന്തിക്ക്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ എന്ന് പറയുന്ന 16 വയസ്സുള്ള 16 18 വയസ്സോ മാത്രം പ്രായമുള്ള തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ മടിത്തട്ടിൽ കിടന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്തോട് യാത്ര പറഞ്ഞപ്പോ ഫാത്തിമ എന്ന് പറയുന്ന ആ മുത്തുനബിയുടെ പൊന്നുമോള് തന്റെ പ്രിയപ്പെട്ട ഭർത്താവായ അലിയാർ തങ്ങളുടെ മടിത്തട്ടിൽ കിടന്ന് പൊരുത്തം ചോദിച്ചിട്ടാ പോയെ. ഫാത്തിമ കണ്ടു പെങ്ങളെ, ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ കണ്ടു, അല്ലാഹുവിന്റെ പ്രവാചകന്റെ മടിയിലാ തന്റെ ഉമ്മ കിടന്നത്. ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ ആ ചെറിയ പ്രായത്തിൽ, ഫാത്തിമയുടെ ചെറിയ പ്രായത്തിൽ കണ്ടു. മരിക്കുന്നതിന് തൊട്ടു മുമ്പ് തന്റെ വാപ്പാടെ മടിയിൽ കിടന്ന് വാപ്പയോട് പൊരുത്തം ചോദിച്ചു. വാപ്പയോട് പൊരുത്തം ചോദിച്ചിട്ട് ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ മരണപ്പെടുന്നത് ഫാത്തിമ എന്ന് പറയുന്ന മകള് കണ്ടു. ആ ഉപ്പാടെ മോള് ഫാത്തിമ ബീബി തന്റെ പ്രിയപ്പെട്ട പിതാവ് ആയിഷ എന്ന് പറയുന്ന ചെറിയ പ്രായമുള്ള ഭാര്യയുടെ മടിത്തട്ടിൽ കിടന്ന് യാത്ര പറഞ്ഞിട്ട് മരിക്കുന്നത് ഫാത്തിമ ബീബി കണ്ടു. ആ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ തന്റെ പ്രിയപ്പെട്ട ഭർത്താവ്, അല്ലാഹു തെരഞ്ഞെടുത്ത ഭർത്താവ് ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് വന്നിട്ട് അലിയാർ തങ്ങൾക്ക് കെട്ടിച്ചു കൊടുക്കുന്ന അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് ആ തീരുമാനമുണ്ടായത്. ആ അലിയാർ തങ്ങളുടെ മടിത്തട്ടിൽ കിടന്ന് പൊരുത്തം ചോദിച്ചു, കുളിച്ചു, ഒളുവെടുത്തു, 2 റക്അത്ത് നിസ്കരിച്ചു. കഫൻ തുണിയും മുഖത്തേക്ക് എടുത്തിട്ടുമ്മ, കഫൻ തുണിയും നിങ്ങൾ മനസ്സിലാക്ക്, ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ മരിക്കുമ്പോ സ്വന്തമായിട്ട് കഫൻ തുണിയെടുത്ത് മുഖത്തേക്കിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് ഷഹാദത്ത് കലിമ പറഞ്ഞിട്ട് ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ ഈ ലോകത്തോട് യാത്ര പറയുകയാണ്. പടച്ചവനെ, ഫാത്തിമ ബീബിയുടെ മയ്യത്ത് കുളിപ്പിച്ചു, അവിടുന്ന് കഫൻ പൊതിഞ്ഞു. അവസാനം എല്ലാവരും കൂടെ ജന്നത്തുൽ ബഖീയിൽ കൊണ്ടുപോയി കബറടക്കി. പടച്ചവനെ, എല്ലാവരും പിരിഞ്ഞു പോയി. അലിയാർ തങ്ങളുടെ വീട്ടിലേക്ക് കടന്നു വന്നു. ഫാത്തിമയില്ലാതെ വീടിന്റെ അകത്ത് തന്റെ പൊന്നാര മക്കളെ ചേർത്ത് പിടിച്ചിട്ട് അലിയാർ തങ്ങളിരുന്ന് കരയുകയാണ്. തന്റെ പൊന്നാര മക്കളെ ചേർത്ത് പിടിച്ചിട്ട് ഇന്നലെ വരെ ഫാത്തിമയുണ്ടായിരുന്നു, ഇന്നലെ വരെ ഫാത്തിമയുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് തന്റെ ഫാത്തിമയില്ലാതെ വന്നപ്പോ അലിയാർ തങ്ങൾക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. തന്റെ പൊന്നാര മക്കളെ കെട്ടിപ്പിടിച്ചിട്ട് വീടിന്റെ അകത്തിരുന്ന് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു കരയുകയാണ്. തന്റെ മക്കളൊക്കെ ഉറങ്ങിക്കിടിയുമ്പോ അലിയാർ
അലിയാര് തങ്ങൾ ഇറങ്ങി ഓടുകയാണ്. എവിടേക്കാ ഓടിയതെന്നറിയുമോ? തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ ഖബറിന്റെ ചാരത്തേക്ക് ഓടുകയാണ്. തന്റെ ഭാര്യയുടെ ഖബറിന്റെ ചാരത്ത് അല്ലാഹുവേ, ഒന്നാമത്തെ രാത്രി, തന്റെ ഭാര്യ മരണപ്പെട്ടതിന്റെ ഒന്നാമത്തെ രാത്രി, അലിയാര് തങ്ങളെ ജന്നത്തുൽ ബഖയിൽ ഇന്ന് ചെന്നാലും കാണാമല്ലോ. ഫാത്തിമ ബീവിയുടെ ഖബറിന്റെ ചാരത്ത് ചെന്നിട്ട് അലിയാര് തങ്ങൾ പറഞ്ഞു, അസ്സലാമു അലൈകി യാ ഫാത്തിമ. അതാ ഫാത്തിമ ബീവിയുടെ ഖബറിന്റെ ചാരത്ത് ചെന്നിരുന്ന് സലാം പറയുകയാ. പക്ഷേ മടക്കുന്നില്ലല്ലോ, ഫാത്തിമ ഖബറിലാണല്ലോ. സലാം അടക്കുന്നത് കേൾക്കാതെ വന്നപ്പോ അലിയാര് തങ്ങള് കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നു, ഫാത്തിമ, എന്നോട് പിണക്കമാണോ ഫാത്തിമ? എന്റെ സലാമടക്കാത്തതെന്തേ ഫാത്തിമ? എന്റെ സലാമടക്കാത്തതെന്തേ ഫാത്തിമ? തന്റെ ഭാര്യയുടെ ഖബറിന്റെ ചാരത്ത് നിന്നിട്ട് പാതിരാത്രി രണ്ടാമതും അലിയാര് തങ്ങള് സലാം പറയുകയാണ്. മണിയറയിൽ പിണങ്ങിക്കിടക്കുന്ന ഭാര്യയുടെ പിണക്കം മാറ്റുന്നത് പോലെ അലിയാര് തങ്ങള് രണ്ടാമതും പറഞ്ഞു, പിണങ്ങല്ലേ ഫാത്തിമ, എന്റെ സലാമടക്കു ഫാത്തിമ, എന്റെ സലാമടക്കു ഫാത്തിമ. അലിയാര് തങ്ങളുടെ സലാമടക്കാതെ വന്നപ്പോ ഖബറിന്റെ ചാരത്ത് ഇരിക്കുകയാ. തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ ഖബറിന്റെ ചാരത്തിരുന്നിട്ട് അലിയാര് തങ്ങൾ വിളിക്കുന്നു, ഫാത്തിമ, പിണങ്ങല്ലേ ഫാത്തിമ. അലിയാര് തങ്ങള് ഖബറിനോട് പറയുകയാ. അതാ അലിയാര് തങ്ങള് ഫാത്തിമ ബീബിയെ ഖബറടക്കിയ ആ ഖബറിന്റെ ചാരത്തിരുന്നിട്ട് ഖബറിനോട് ചോദിക്കുകയാ, എന്റെ ഫാത്തിമയ്ക്ക് എങ്ങനെയുണ്ട്? എന്റെ ഫാത്തിമയ്ക്ക് സുഖമാണോ? എന്റെ ഫാത്തിമയുടെ വിശേഷമൊന്ന് പറഞ്ഞു തരുവോ? പള്ളിക്കാട്ടിൽ കൊണ്ട് ഖബറടക്കിയിട്ട് ഒന്നാമത്തെ രാത്രി ഭാര്യയുടെ ഖബറിന്റെ ചാരത്ത് ചെന്നിരുന്നിട്ട് ചോദിക്കുകയാ, എന്റെ ഫാത്തിമയ്ക്ക് എങ്ങനെയുണ്ട്? എന്റെ ഫാത്തിമയ്ക്ക് സുഖമാണോ? എന്റെ ഫാത്തിമ ആരെന്നറിയോ? എന്റെ ഫാത്തിമ ആരെന്നറിയോ? കല്യാണത്തിന്റെ ഒന്നാമത്തെ രാത്രി മണിയറയ്ക്കകത്ത് കയറി ചെന്ന എന്നോട് നിന്നെ കുറിച്ച് പറഞ്ഞു തന്നവളാ എന്റെ ഫാത്തിമ. ആരോടാ പറയുന്നത്? ഖബറിനോട്. ഖബറിനോട് പറഞ്ഞു കൊടുക്കുകയാണ്, വിവാഹത്തിന്റെ ഒന്നാമത്തെ രാത്രി നിന്നെ കുറിച്ച് എനിക്ക് പറഞ്ഞു തന്നവളാ എന്റെ ഫാത്തിമ. എന്റെ ഫാത്തിമയെ വേദനിപ്പിക്കല്ലേ, എന്റെ ഫാത്തിമാനെ വേദനിപ്പിക്കല്ലേ. പള്ളിക്കാട്ടില് ഖബറിന്റെ ചാരത്തിരുന്ന് പറഞ്ഞു എന്ന് ചരിത്രം പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നമുക്ക് അല്ലാഹുവിന്റെ മുന്നിൽ പൊട്ടിക്കരഞ്ഞു ദുആ ചെയ്യാ. നമ്മളൊക്കെ എത്ര പാപം ചെയ്തവരാ, ഞാനും നിങ്ങളും എത്ര പാപം ചെയ്തവരാ. ആ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ കിടക്കുന്ന സ്വർഗ്ഗമുണ്ടല്ലോ, ആ സ്വർഗ്ഗത്തിൽ കിടക്കുന്നത് പോയി, ആ സ്വർഗ്ഗമൊന്ന് കാണുന്നത് പോയി, ആ സ്വർഗ്ഗം അല്ലാഹുവോട് ചോദിക്കുന്നത് പോയിട്ട് ആ സ്വർഗ്ഗത്തിന്റെ പരിമളം 500 വർഷത്തെ വടിദൂരം വരെ അടിച്ചു വീശുമെന്നാണ്. അതൊന്ന് ശ്വസിക്കാനെങ്കിലും എനിക്കോ നിങ്ങൾക്കോ യോഗ്യതയുണ്ടോ? ഭർത്താവെന്ന് പറഞ്ഞ് നെളിഞ്ഞു നടക്കുന്ന നമുക്കാർക്കെങ്കിലും പറയാൻ കഴിയോ? സന്തോഷത്തോടെ ഇവിടെ ഇരുന്നിട്ട് പറയാൻ കഴിയോ? ഇന്ന് രാത്രി നീ മരിച്ചാ നിന്റെ ഭാര്യ നിനക്ക് പൊരുത്തം തരുമെന്ന് തോന്നുന്നുണ്ടോ? ഞാനും നിങ്ങളും ചെയ്തു കൂട്ടിയത് അങ്ങനെയാണല്ലോ. സ്വന്തം ഭാര്യയുടെ പൊരുത്തം പോലുമില്ലാതെ ഭർത്താവേ, ഏറ്റവും നല്ല മനുഷ്യൻ ആരെന്നറിയോ? ഈ കാണുന്ന പൂച്ചക്കാട് പള്ളിയുടെ പ്രസിഡന്റ് ആകുമ്പോഴല്ല, ഇവിടത്തെ ഇമാമാകുമ്പോഴല്ല, കമ്മിറ്റിക്കാരനാകുമ്പോഴല്ല, നാട്ടുകാർ മുഴുവനും ആദരിക്കുന്നവനാകുമ്പോഴല്ല, ഒരു മനുഷ്യൻ ഏറ്റവും നല്ല മനുഷ്യനാകുന്നത് എപ്പോഴെന്നറിയോ? സ്വന്തം ഭാര്യ നല്ലത് പറയുമ്പോഴാ. സ്വന്തം ഭാര്യ നിന്നെ കുറിച്ച് നല്ലത് പറയുമ്പോഴാടാ നീ ഒരു വിജയിയാകുന്നത്, നീ രക്ഷപ്പെടുന്നവനാകുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, ഈ ചരിത്രത്തിൽ നീ അലിയാര് തങ്ങളെ പോലെയാകണം. അലിയാര് തങ്ങളുടെ സ്വഭാവം നിനക്കുണ്ടാകണം. അലിയാര് തങ്ങളെ പോലെ പഠിക്ക്. അല്ലാതെ പണമുള്ള തൊലിവെളുപ്പുള്ള ഒരു പെണ്ണിനെ കിട്ടുമ്പോ പെറ്റ തള്ളയെ മറന്നു പോകുന്നവനാ നമ്മള്. ഒരു പണക്കാരന്റെ മകളെ കിട്ടുമ്പോ അവള് പറയുന്നത് മുഴുവനും കേട്ട്
കേട്ട് സ്വന്തം ഉമ്മാനെയും കൂടപ്പറപ്പിനെയും തള്ളിക്കളഞ്ഞിട്ട് ഇറങ്ങി പോകുന്നവനാകരുത്. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ഒരു കാലത്തും സ്വർഗത്തിൽ കിടക്കാത്ത 3 വിഭാഗമുണ്ട്. ഒരിക്കലും അവര് സ്വർഗത്തിൽ കിടക്കില്ല. മുത്തുനബിയോട് സഹാബത്ത് ചോദിച്ചു, നബിയേ അവരാരാണ് നബിയേ? ഒരിക്കലും സ്വർഗത്തിൽ കിടക്കാത്ത 3 വിഭാഗമാരാ? മുത്തുനബി പറഞ്ഞു, ഒന്നാമത്തെ വിഭാഗമാരെന്നറിയോ? പെണ്ണിന്റെ വാക്ക് കേട്ട് ജീവിക്കുന്ന ഭർത്താവാ, പെണ്ണിന്റെ അടിമയായി കഴിയുന്ന ഭർത്താവ്. ഭാര്യ പറയുന്നതിനപ്പുറം ചലിക്കൂല, ഭാര്യ പറയുന്നതിനപ്പുറം ചലിക്കൂല. പടച്ചവനെ, ഭാര്യ മാത്രം പറയുന്നതനുസരിച്ച് ജീവിക്കുന്ന ചില ഭർത്താക്കന്മാരുണ്ട്. വാപ്പാനെ എന്തു പറഞ്ഞാല്, ഉമ്മാനെ എന്തു പറഞ്ഞാല് ഭാര്യയുടെ വാക്ക് കേട്ടിട്ട് മാതാപിതാക്കൾക്കെതിരെ തിരിയുന്നവരുണ്ട്. മോനെ, ഉമ്മ മക്തൂം റളിയല്ലാഹു തആല അൻഹു, അല്ലാഹുവിന്റെ പ്രവാചകന്റെ നിങ്ങൾക്ക് ചരിത്രം അറിയുമല്ലോ. അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബിയാണല്ലോ അൽകമ. മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ നാവ് പൊങ്ങുന്നില്ല. സ്വഹാബികൾ പറഞ്ഞു, നബിയെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ പറ്റുന്നില്ല. മുത്തുനബി ചോദിച്ചു, ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ? വിളിച്ചു കൊണ്ടുവാ സഹാബ, വിളിച്ചു കൊണ്ടുവാ സഹാബ. സഹാബത്ത് വിളിച്ചു കൊണ്ടുവന്നു, ഉമ്മാനെ കൊണ്ടുവന്നു. മുത്തുനബി ചോദിച്ചു, ഉമ്മ അൽകമയുമായിട്ട് നിങ്ങളെ എങ്ങനെയാ ഉമ്മ? ഉമ്മ പറഞ്ഞു, നബിയെ എനിക്കവനെ വല്ലാത്ത ഇഷ്ടമാണ്, എനിക്കവനെ ജീവനാട്, വല്ലാത്ത സ്നേഹമായിരുന്നു. പക്ഷേ പെണ്ണ് കെട്ടിക്കഴിഞ്ഞപ്പോ അവൻ എന്നെ മറന്നു നബിയെ. പെണ്ണ് കെട്ടിക്കഴിഞ്ഞപ്പോ എന്റെ മകന്റെ സ്വഭാവമൊക്കെ മാറി. അവൻ എന്നെക്കാല് സ്നേഹം അവന്റെ ഭാര്യയോടാ, അവൻ എന്നെക്കാല് സ്നേഹം നൊന്തുപറ്റ എന്നെ അവനൊരു പെണ്ണിനെ കിട്ടിയപ്പോ മറന്നുപോയി നബിയെ. എങ്ങനെ സഹിക്കും നബിയെ? ഞാനവനെ പട്ടിണി കിടന്നിട്ട് വളർത്തിയതല്ലേ, ഞാനവനെ പട്ടിണി കിടന്നിട്ട് വളർത്തിയതല്ലേ, എന്നിട്ടും അവൻ എന്നെ മറന്നല്ലോ നബിയെ. മുത്തുനബി പറഞ്ഞു, ഉമ്മ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ നാവ് പൊങ്ങുന്നില്ല, സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുകയാണ്. ഒന്ന് പൊരുത്തപ്പെട്ടു കൊടുത്തുകൂടെ? ഇല്ല നബിയെ, ഞാൻ ഒരിക്കലും അവന് പുറത്തു കൊടുക്കൂല. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഉമ്മ നിങ്ങളുടെ പൊന്നുമോനാണ്, ഒന്ന് പൊരുത്തപ്പെട്ടു കൊടുക്കുമ്മ. ഇല്ല നബിയെ, ഞാൻ അവന് പുറത്തു കൊടുക്കൂല. അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബിയുടെ അവസ്ഥയാ പറയുന്നത്. മുത്തുനബി പറഞ്ഞു, സ്വഹാബാ അൽകമയെ കത്തിച്ച് കള സഹാബാ. ഉമ്മയുടെ പൊരുത്തമില്ലാത്തവന് വേണ്ട. എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെയാകണം. നിങ്ങൾ ചരിത്രം വായിച്ചു നോക്ക്. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട്, വാപ്പമാരോട്, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് ഇങ്ങനെയുള്ള ചരിത്രങ്ങൾ ജീവിതത്തിൽ വായിച്ചു നോക്ക്. എന്നിട്ട് അല്ലാഹുവേ അവരുടെ ജീവിതം പിൻപറ്റി ജീവിക്ക്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു, നാളെ സ്വർഗത്തിലെ പെണ്ണുങ്ങളുടെ മുൻപരിയിൽ നിൽക്കുന്ന പെണ്ണുങ്ങൾ 4 വിഭാഗമാ. ഒന്നാമത്തെ പെണ്ണ് ആസിയ, രണ്ടാമത്തെ പെണ്ണ് മഹദി ഫാത്തിമ, മൂന്നാമത്തെ പെണ്ണ് മഹദിയായ മറിയം ബീബി റളിയല്ലാഹു തആല അൻഹ, നാലാമത്തെ പെണ്ണ് മഹദി ഖദീജ. ഈ 4 പെണ്ണുങ്ങളുടെ ചരിത്രം നല്ലതുപോലെ പഠിക്കണം. കരുണക്കടലായ അല്ലാഹ്, ഇവരുടെ ജീവിതം പഠിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ അല്ലാഹ്. അല്ലാഹു നമുക്ക് എല്ലാവർക്കും ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.